ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 15-ാം തിരുവചനം. ഉൽപ്പത്തി 1:15. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 25 വരെ എടുക്കുക. ആദ്യമേ ഉൽപ്പത്തി 2:18 മുതൽ 25 വരെ. ദൈവമായ കർത്താവ് താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടു, ഒന്നു മാത്രം നന്നല്ല എന്ന് കണ്ടു. പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ നൽകാൻ ദൈവം തീരുമാനിച്ചു. എല്ലാ ജീവജാലങ്ങളെയും അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു, എന്നാൽ ചേർന്ന ഇണയെ കണ്ടില്ല. ദൈവമായ കർത്താവ് പുരുഷനെ ഗാഢനിദ്രയിൽ ആഴ്ത്തി ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നോടിച്ചെടുത്തതിന് ശേഷം മാംസം കൊണ്ട് മൂടി. നരനിൽ നിന്നും എടുക്കപ്പെട്ടതുകൊണ്ട് അവൾ നാരി എന്ന് വിളിക്കപ്പെട്ടു. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, പക്ഷേ ലജ്ജ തോന്നിയിരുന്നില്ല. എന്നാൽ ഉൽപ്പത്തി 2:18 മുതൽ 25 വരെ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം മനുഷ്യ ജീവിതത്തിൽ കടന്നു വരുന്നത് വായിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നമ്മൾ ഈ പ്രോഗ്രാമിന് പേരിട്ടു പ്രായത്തിനപ്പുറം. നമുക്കറിയാം, ഓരോ പ്രായത്തിൽ ഓരോരോ സ്വഭാവം മനുഷ്യൻ കാണിക്കും. ഓരോ പ്രായത്തിൽ മനഃശാസ്ത്രം പറയുന്നത് 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെ കുരങ്ങിൻ്റെ സ്വഭാവം, 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ സ്പീഡിൽ ഓടുന്ന വെരുകിൻ്റെ സ്വഭാവം, 15 മുതൽ 65 വരെ ശക്തി പ്രാപിക്കുന്ന കുതിരയുടെ സ്വഭാവം, 65 മുതൽ 80 വരെ തളരുന്ന കഴുതയുടെ സ്വഭാവം, 80 കഴിഞ്ഞാൽ മരണം വരെ പെരുമ്പാമ്പിൻ്റെ സ്വഭാവം. മനുഷ്യൻ 5 ജീവികളുടെ സ്വഭാവം കാലാകാലങ്ങളിൽ കാണിക്കും. 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെ കുരങ്ങിൻ്റെ സ്വഭാവം. കുരങ്ങ് മുല്ലപ്പൂമാല പിച്ചുക, ചപ്പുക, തുപ്പുക. നല്ല പഴുത്ത കാപ്പുകിരി കൊടുക്കുക, മധുരമുള്ള ഭാഗം ഞൊണഞ്ഞിട്ട് മറ്റേ ഭാഗം തുപ്പിക്കളയും. ഇത് കുരങ്ങിൻ്റെ സ്വഭാവം. കൊച്ചു പിള്ളേരെ 1-ാം തരം തലയണയിൽ തലവെച്ച് കിടത്തുക, തുണി കീറും പഞ്ഞി കീറും കഷ്ണം കഷ്ണമാക്കി വലിച്ചെറിയും. ഒരു നല്ല പാവയെ കൊടുക്കുക, കൈ പറിക്കും, കാല് പറിക്കും, തല പറിക്കും. നല്ല കിലുക്കം കൊടുക്കുക, 2 കിലുക്ക്, ഒറ്റ കുലുക്ക്, ഒറ്റ ചവിട്ട്. പപ്പട പരുവത്തിൽ കിലുക്കൻ്റെ കഥ മൊത്തം കഴിയും. കുരങ്ങ് സ്വഭാവം 1 മുതൽ 5 വരെ. 5 കഴിഞ്ഞാൽ പിന്നെ 15-16 വയസ്സ് വരെ വെരുക്. കാഴ്ച ബംഗ്ലാവിൽ സ്പീഡിൽ ഓടുന്ന ഒരു ജീവിയാണ് വെരുക്. അടങ്ങിയിരിക്കുകയല്ല. 5 പേർക്ക് ഇരിക്കാവുന്ന ബെഞ്ചിൽ 6-ാമത്തോ വന്നിരുന്നു തിക്കി പുറത്തേക്ക് അടിക്കും. ഇത് വെരുകിൻ്റെ സ്വഭാവമാണ്. ഒരു 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ കളിയിൽ 65 വയസ്സ് വരെ കുതിരശക്തി എന്നാണ് പറയുക. വീടായി, ഭാര്യയായി, ഭർത്താവായി, മക്കളായി, വണ്ടിയായി, ശമ്പളമായി, ബാങ്ക് അക്കൗണ്ടായി, ബാലൻസായി നേട്ടങ്ങൾ കൊയ്യുന്നു 65 വയസ്സ് വരെ. 65 കഴിഞ്ഞാൽ 75-80 വരെ കഴുത പാണ്ടക്കെട്ട് തോളിലേറ്റി കുറേ ചുമന്നു, കഴുത മടുത്തു, കിതച്ചു, കിടന്നു. ജീവിതം ഇങ്ങനെയാണ്. ഒരു കുതിപ്പ്, ഒരു കിതപ്പ്, ഒരു കിടപ്പ്. അച്ഛൻ സൂചിപ്പിച്ചില്ലേ, കുനിഞ്ഞ് ഷൂസിൻ്റെ വള്ളികെട്ടാൻ മേലാത്ത ഒരു കാലം, അത് കഴുതയുടെ വരും. 80 കഴിഞ്ഞാൽ പിന്നെ മരണം വരെ പെരുമ്പാമ്പ്. ചുരുണ്ട് മടങ്ങിക്കിടക്കുക, നീണ്ട് നിവർന്ന് കിടക്കുക, ചുരുണ്ട് മടങ്ങിക്കിടക്കുക. ഇടയ്ക്ക് എലിയെ വിഴുങ്ങും കിടക്കും, തവളയെ വിഴുങ്ങും കിടക്കും, കോഴിക്കുഞ്ഞിനെ വിഴുങ്ങും കിടക്കും. ഒരു പെരുമ്പാമ്പിൻ്റെ കാലഘട്ടം. നമുക്കറിയാം, 85 വയസ്സ് കഴിയുമ്പം കുഴമ്പ് പുരട്ടും കിടക്കും, കാഴ്ചയുള്ള ഊക്കം കിടക്കും, ചൂടുവെള്ളം പുരട്ടും കിടക്കും. ഈ കിടത്തിൻ്റെ കാലം. ഇത് കേട്ടു. ഇനി നിങ്ങൾ ആരും വീട്ടിൽ ചെന്നിട്ട് 3 വയസ്സുള്ള കൊച്ചിനെ നോക്കി, ജോസഫച്ചൻ പറഞ്ഞു ഇത് കുരങ്ങാണെന്നാണ് പറഞ്ഞു. അല്ല, ഓരോ കാലത്തും ഓരോ സ്വഭാവം. 85 വയസ്സിൽ വലിയപ്പനെ നോക്കി, 85 ആയാലേ ഇപ്പോഴാണ് പെരുമ്പാമ്പ്, അങ്ങനെ പറഞ്ഞേക്കരുത്. അപ്പം പെരുമ്പാമ്പിൻ്റെ സ്വഭാവം. അപ്പം 5 കാലങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകും. ഇതുകൊണ്ടാണ് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ മനുഷ്യൻ്റെ ആയുസ്സിനെ 10 കാലങ്ങളായി മുറിക്കും. 10 കാലങ്ങളായി. അവർ പറയും, കുളി 1, കളി 10, എന്ത് 20, മുറി 30, നെറി 40, വെറി 50, ചൊറി 60, തെറി 70, ചിരി 80, കുഴി 90. ഇതാണ് പ്രായത്തിൻ്റെ പോക്ക്. കുളി 1. 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്കിഷ്ടം
കുളിച്ചുകൊണ്ടിരിക്കുക. ഏത് വെള്ളം കിട്ടിയാലും കോരി കുളിക്കുക. കലക്ക വെള്ളം, കഞ്ഞിവെള്ളം, കാടി വെള്ളം, ഓസിലെ വെള്ളം, ഓടയിലെ വെള്ളം, ഓലിയിലെ വെള്ളം, എന്ത് കിട്ടിയാലും കോരി കുളിക്കുക. വരെ സോപ്പ് തേച്ച് പതയ്ക്കുക. ഈ ഭൂമിയിൽ സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം എപ്പോഴാന്ന് വെച്ചാൽ വയറെ സോപ്പ് തേക്കുമ്പോഴാണ്. കൊച്ചുകുട്ടികൾ ഒരു സാമ്പിൾ സോപ്പ് തീരുന്നത് വരെ വയറെ ഇങ്ങനെ പതച്ചുകൊണ്ടിരിക്കും. മുതിർന്നവരായ നമ്മളും ഏറ്റവും ആസ്വദിക്കുന്നത് ഷവറിന് കീഴിൽ നിന്ന് തലയിൽ വെള്ളം വീണ് വയറെ സോപ്പ് തേക്കുമ്പോഴാണ് മൂളിപ്പാട്ടുകൾ. മസ്ത് മസ്തി ഹേ മുസ്തഫ മുസ്തഫ ഇവിടെ തിരുമ്പുമ്പോഴാണ്. ഇപ്പോൾ കുളി 1, കളി 10 വയസ്സായോ പിന്നെ കളിക്കാനോട്ട് വാ. കുടുകുടു, കുറ്റിപ്പന്ത്, ക്രിക്കറ്റ് കളി, കളിയോട് കളി. എന്ത് 20-ആം വയസ്സ് ചോദ്യം ചെയ്യും. എന്നാ പള്ളി, എന്നാ പട്ടക്കാര്, എന്നാ കുമ്പസാരവാ, എന്നാ കുർബാനയാ, എന്നാ ധ്യാനമാ, എന്തിനേയും ചോദ്യം ചെയ്യും. എന്ത് 20. മുറി 30 വയസ്സായോ വെട്ടൊന്ന്, മുറി 2. ഞാനും എൻ്റെ ഭാര്യയും പറയും, ഞാനും എൻ്റെ ഭർത്താവും പറയും, കേട്ടോണ്ടാ മതി, ഞങ്ങളെ ആരും പഠിപ്പിക്കേണ്ട, പറയും കേട്ടോണ്ടാ മതി. മുറി 30. നെറി 40. നേരിനെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച് ചിന്ത 40കളില്ല. 40കളിൽ ദേഹത്തിൻ്റെ ഇളക്കം ഒന്ന് കുറയും, രക്തത്തിന് തിളപ്പ് ഒന്നായും, ഭാര്യ ഭർത്താവിനെ അമക്കും, ഭർത്താവ് ഭാര്യ ഒതുക്കും, മക്കൾ മാതാപിതാക്കളെ ഇരുത്തും, ചിന്തകളിൽ മാറ്റം. നെറി 40. വെറി 50. വെറിവ്, വിവരം വെക്കുന്നത് 50-ആം വയസ്സിലാണ്. 50 കഴിയുമ്പോൾ ദൈവമേ ആയുസ്സിന് പകുതി കഴിഞ്ഞു, ഇത്രയും കാലം ഇല്ലല്ലോ, ഉള്ള കാലം മര്യാദയ്ക്ക് ജീവിച്ചേക്കാം. വീണ്ടും വിചാരം വെറി 50. ചൊറി 60. 60 കഴിയുമ്പോഴാണ് കാരണവന്മാർ ഒരു കാര്യമില്ലാതെ മക്കളോടും മക്കളുടെ മക്കളോടും വെറുതെ കുത്തിയിരുന്ന് ചൊറിഞ്ഞ വർത്താനം പറയാൻ തുടങ്ങുക. ചൊറി 60. തെറി 70. 70-ആം വയസ്സിൽ കുഞ്ഞുനാളിൽ പഠിച്ചതും പിന്നെ മറന്നതുമായ കൊച്ചു തെറി നാക്കെ തേട്ടി വരും. തെറി 70. ചിരി 80. 80-ലറിയാം ഇനി നമ്മൾ പറഞ്ഞാലും കേൾക്കാൻ പോകുന്നില്ല. സീസൺ 4 കഴിഞ്ഞു, സീസൺ 5 ആരംഭിക്കുന്നു. എല്ലാം കാണുക, ചിരിക്കുക, പോയി മര്യാദയ്ക്ക് കുത്തിയിരിക്കുക. ചിരി 80. കുഴി 90. 90 വയസ്സായ പിന്നെ മരണത്തിൻ്റെ ഓർമ്മകളാണ്. ഇതനുസരിച്ച് മനുഷ്യൻ്റെ പാട്ടും മാറും. 10 വയസ്സ് വരെ കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവന് 20 ആയാലോ അനുരാഗവിലോചിതരായി. ഒരു 80 കഴിഞ്ഞാലോ സമയമാം രഥത്തിൽ ഞാൻ. ഇതാണ് മനുഷ്യൻ്റെ ആയുസ്. അപ്പോൾ ഓരോ കാലങ്ങളിൽ കടന്നു പോകുമ്പോൾ ആ കാലം ജീവിക്കാൻ ദൈവം തന്ന ഒരവസ്ഥയാണ് ക്രിസ്തീയ കുടുംബ ജീവിതം. ഇവിടെ കുരങ്ങുണ്ട്, ഇവിടെ വെരുകൊണ്ട്, ഇവിടെ കുതിരയുണ്ട്, ഇവിടെ കഴുതയുണ്ട്, ഇവിടെ പെരുമ്പാമ്പുണ്ട്. എല്ലാവരും ജീവിക്കുന്ന നോഹയുടെ പെട്ടകമാണ് നമ്മുടെ കുടുംബം. അപ്പോൾ ആ കുടുംബം എന്തെന്ന് പ്രായത്തിനപ്പുറം കുടുംബത്തെ കാണാൻ ഏതവസ്ഥയിലും അതിൻ്റെ ബലം കാണാനുള്ള ഒരു വിളി. നമുക്കറിയാം യാക്കോബായ സമൂഹം ഒരുമിച്ചിരുന്ന് വചനം കേൾക്കുന്ന, പ്രാർത്ഥനാപൂർവ്വം വചനം സെവിക്കുന്ന ഒരു പാരമ്പര്യം. ഞാൻ അവസാനമായിട്ട് നമ്മുടെ സമൂഹത്തിൽ പ്രസംഗിച്ചത് ഡിസംബർ 29-ന് പുത്തൻകുരിശ് കൺവെൻഷനായിരുന്നു പരിശുദ്ധ പിതാക്കന്മാരുടെ കൂടെ. ഇപ്പം എവിടെയാണെങ്കിലും നമുക്കറിയാം വചനം സെവിക്കുവാനുള്ള ഒരു അഗ്നി, ഒരു ദാഹം സമൂഹത്തിലുണ്ട്. അതിൻ്റെ പ്രതീകമായ കൊച്ചു സമൂഹത്തിൽ ഇത്രയും പേര് ഒരുമിച്ച് വന്ന് ശ്രദ്ധാപൂർവം വചനത്തിന് കാതു കൊടുക്കുന്നത്. ദൈവമായ കർത്താവ് ലോകത്തിൽ സൃഷ്ടിച്ച ആദ്യത്തെ സാമൂഹ്യ ക്രമമാണ് കുടുംബം. ദൈവം താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടു, പക്ഷെ ഒന്നു മാത്രം നന്നല്ല എന്ന് കണ്ടു. എന്താ? പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അപ്പം അവന് ചേർന്ന ഇണയെ കൊടുക്കാൻ ദൈവം തീരുമാനിച്ചു. അന്ന് വരെ സൃഷ്ടിച്ച ഓരോ ജീവിയെയും അവന് മുമ്പിൽ കൊണ്ടുവന്നു. നോക്ക്, ചേരുവന്നു. പുറകിൽ ആദം, മുമ്പിൽ എരുമ, ചേരിയല. ഇടതുവശത്ത് ആദം, വലതുവശത്ത് പിടിയാന, ചേരിയല. പുറകിൽ ആദം, മുമ്പിൽ വെച്ചു പശു, ചേരിയല. തമ്പരാന് പിടികിട്ടി. തേങ്ങാമുറിയും അടക്കാമുറിയും ചേരിയല. തങ്കച്ചനും തങ്കമ്മയും കൂടെ ശരിക്കും ചേരും. ദൈവം ചെയ്തതെന്താ? പുരുഷനെ ഗാഠനിദ്രയിൽ ആഴ്ത്തി. ബൈബിൾ തെളിച്ചു വായിക്കണം. ബൈബിളിൽ ചില വാക്കുകൾ ചുരുക്കം പ്രാവശ്യമുള്ളൂ, പിന്നെ കാണുകയില്ല. അങ്ങനെ ചുരുക്കമുള്ള ഒരു വാക്കാണ് ഗാഠനിദ്ര. ആർക്കാണിത് കിട്ടിയത്? ആണുങ്ങളുടെ വർഗത്തിന് കിട്ടിയ കാലമേതാ? പെണ്ണുങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ആണുങ്ങൾ ലഭിച്ച മഹാഭാഗ്യം ഗാഠനിദ്ര. ദൈവം പറഞ്ഞു, പൊന്നു മോനെ ഉറങ്ങടാ ഉറങ്ങ്, മനസ്സമാധാനത്തോടെ നിൻ്റെ ഒടുക്കത്തെ ഉറക്കം. ഒരെണ്ണം വരുന്നുണ്ട് ഉറക്കം കരുതാനായിട്ട്. അവൻ്റെ വാരിയിൽ ഒടിച്ചിട്ട് പോലും അറിഞ്ഞില്ല. ദൈവം തീരുമാനിച്ചു ഒരു എല്ലെടുക്കണം. ദൈവം ആദ്യം നാദത്തിൻ്റെ തലയെ പിടിച്ചു. ഇവിടെ നെല്ലെടുത്താലോ? ദൈവം തന്നെ പറയോ, തലേ നെല്ലെടുത്ത് ഇവിടെ ശിക്ഷിച്ചാൽ കക്ഷി കാലാകാലം ഇവൻ്റെ തലേ കയറിയിരുന്ന് നിരങ്ങും. തലയിൽ എല്ല് വേണ്ട. കൈ താഴത്തേക്ക് ഓടിച്ചു. പുരുഷൻ്റെ പാദത്തെ പിടിച്ചു.
ഇവിടെ നെല്ലെടുത്താലോ? ദൈവം തന്നെ പറഞ്ഞു, കാലം നെല്ലെടുത്താൽ കക്ഷി കാലാകാലം ഇവന് ചവിട്ട് കൊണ്ട് കിടക്കേണ്ടി വരും. അതുകൊണ്ട് തലയിലെ രഹസ്യങ്ങൾ, അരമന രഹസ്യങ്ങൾ, അന്ത്യമുള്ള ഹൃദയത്തെ പൊതിയുന്ന വാരിയിൽ ഒടിച്ചിട്ട് സ്ത്രീക്ക് ജന്മം കൊടുത്തു. അവളെ നോക്കി പറഞ്ഞു, നരനിൽ നിന്നും എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് വിളിക്കപ്പെട്ടു. തെളിച്ച് വിളിക്കണം. ചില ആണുങ്ങൾ കുടിക്കും, ചിലർക്ക് മുൻകോപം വരും. കുടിയും കോപം വരുമ്പോൾ പല ആണുങ്ങളും നാരിയുടെ രായുടെ അടിയിലുള്ള കുനിപ്പ് കാണിയല്ല, ബാക്കിയേ കാണത്തുള്ളൂ. നരനും നാരിയുമായി, പുരുഷനും സ്ത്രീയുമായി ദൈവം സൃഷ്ടിച്ചു. അത് ഉടമ്പടിയായിട്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 3 ഉടമ്പടികൾ ദൈവം സ്ഥാപിച്ചു. 3 ഉടമ്പടി വിളിക്കും ദ ബുക്ക് ഓഫ് കവനൻസ്. ഉൽപ്പത്തി പുസ്തകത്തിന് മറ്റൊരു പേരാണ് ദ ബുക്ക് ഓഫ് കവനൻസ്, ഉടമ്പടികളുടെ പുസ്തകം. ദൈവം ഉൽപ്പത്തിയിൽ 3 ഉടമ്പടി സ്ഥാപിച്ചു. 1-ാം ഉടമ്പടി വിവാഹം. ഉൽപ്പത്തി 2:23. നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്. ഈ ലോകത്തിലെ ആദ്യ ഉടമ്പടി വിവാഹ ഉടമ്പടി. 2-ാം ഉടമ്പടി ഉൽപ്പത്തി 9, ദൈവവും നോഹയും തമ്മിൽ. 1-ാം ഉടമ്പടി വിവാഹം, 2-ാം ഉടമ്പടി ദൈവവും നോഹയും തമ്മിൽ ഉൽപ്പത്തി 9. 3-ാം ഉടമ്പടി ഉൽപ്പത്തി 12 ദൈവവും വിശ്വാസിയുടെ പിതാവായ അബ്രഹാമും തമ്മിൽ 3 ഉടമ്പടി സ്ഥാപിച്ചു. 1-ാം ഉടമ്പടി വിവാഹത്തിൻ്റെ ഉടമ്പടിയാണ്. ഉടമ്പടിക്ക് ഇംഗ്ലീഷിൽ 2 വാക്കാണ്. ഒന്ന് കോൺട്രാക്റ്റ്, 2 കവനൻ. മലയാളത്തിൽ ഉടമ്പടി. കോൺട്രാക്റ്റിൽ 2 വശത്തും മനുഷ്യർ, കവനന്റിൽ ഒരു വശത്ത് മനുഷ്യൻ, മറുവശത്ത് ദൈവം. ഇതാണ് വ്യത്യാസം. നരേന്ദ്രമോദിക്ക് ട്രംപുമായി കോൺട്രാക്റ്റ്, മോശയ്ക്ക് ദൈവവുമായി കവനൻ. മോദി ആദ്യം ട്രംപിനെ കാണാൻ വേണ്ടി വാഷിംഗ്ടൺ DC വരുമ്പോൾ അവിടുത്തെ പള്ളിയിൽ ഞാൻ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുക. അന്ന് നമ്മുടെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് കേട്ടു, ദൈവമായ കർത്താവേ, ആദിയിൽ നിന്നും വ്യാധിയിൽ നിന്നും മോദിയിൽ നിന്നും ഞാൻ രക്ഷിക്കണേ. ഇതായിരുന്നു പ്രാർത്ഥന. അപ്പം മോദിയും ട്രംപും തമ്മിൽ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റിന് നിശ്ചിത കാലം. അമേരിക്കയിൽ വെടിയുണ്ട 5 വർഷം ഇറക്കുമതി ചെയ്യാം. 5 വർഷം കഴിയുമ്പം കോൺട്രാക്റ്റ് നിന്നുപോയി. ഇന്ത്യയുടെ ഏലക്ക 3 വർഷം ഇറക്കുമതി ചെയ്തോളാം ബ്രസീൽ. കാലം കഴിയുമ്പോൾ കോൺട്രാക്റ്റ് തീർന്നു. കോൺട്രാക്റ്റിന് കാലപരിമിതിയുണ്ട്. പക്ഷേ കവനന് കാലപരിമിതിയില്ല. മത്തായി 28:20. ലോകാവസാനം വരെ ഞാൻ കൂടെയുണ്ട്. ഹിന്ദുവിൻ്റെ കല്യാണം സിവിൽ കോൺട്രാക്റ്റ്. 1847 ഇന്ത്യൻ സിവിൽ മാരേജിലോയാണ് അവർക്ക് വിവാഹമോചനം ഹിന്ദുക്കൾക്ക് എളുപ്പമാണ്. മുസൽമാൻ്റെ നിയമം ശരീഅത്ത് നിയമമാണ്, അവന് വിവാഹമോചനം എളുപ്പമാണ്. പക്ഷെ നിങ്ങളുടേതോ അത് കവനൻ, ചുറ്റിയ പാമ്പ് കടിച്ചേ പോകൂ. മത്തായി 19:6. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. മരിച്ചാലും തുടരുന്നു. ഞാൻ അമേരിക്ക കണ്ടിട്ടുണ്ട്. ഭാര്യ മരിച്ച ഭർത്താവ് സ്വന്തമായി പുതിയ പെര പണിയുമ്പോൾ പെരയുടെ ഫോട്ടോ ഭാര്യയുടെ കല്ലറയുടെ മുകളിൽ വെക്കും. മോളെ, ഇതാണ് ചേട്ടൻ പണിയാൻ പോകുന്ന പെര, നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഭർത്താവ് മരിച്ച ഭാര്യ മോളെ കെട്ടിക്കുമ്പം മോളെ കെട്ടുന്ന ചെറുക്കൻ്റെ ഫോട്ടോ കെട്ടിവൻ്റെ കല്ലറയിൽ വെക്കും. ഇവനാ നമ്മുടെ മോനെ കെട്ടാൻ പോകുന്നത്, മോളെ കെട്ടാൻ പോകുന്നത്, ഇഷ്ടപ്പെട്ടോ? ലോകാവസാനം വരെ തീരുകയില്ല. അപ്പോൾ അങ്ങേയറ്റം വരെ നിലനിൽക്കുന്നു. ഇന്ന് ക്രിസ്തീയ സഭകളിലും ഡൈവോഴ്സിനുള്ള പരാതി വർദ്ധിച്ചു വരുന്നു. ഒരുത്തൻ കുടുംബ കോടതി ചെന്ന് പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, ഡൈവോഴ്സ് വേണം. കോടതി ചോദിച്ചു, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 15. എത്ര മക്കൾ? 3 മക്കൾ. 3 മക്കളും 15 വർഷമായപ്പോഴാണ്. വിവാഹം കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞ് ചിന്തിക്കാൻ മേലായിരുന്നു. അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, ആദ്യ രാത്രി കഴിഞ്ഞപ്പോൾ മുതൽ ഡൈവോഴ്സ് ആഗ്രഹിച്ചുള്ള. അതെന്താ? മൂടച്ചട്ടി, കപ്പ്, സ്പൂണ്, പോർക്ക്, പ്ലേറ്റ് എടുത്ത് അവിടെ എനിക്കിട്ട് ഏറോടേറ്. ജഡ്ജി പറഞ്ഞു, 15 വർഷം സഹിച്ചാൽ ഇപ്പോൾ എന്താ? അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, അടുത്തിടെ അവർക്ക് ഉന്നമായിട്ട് വരുന്നു. നേരത്തെ കൊള്ളുകയല്ലായിരുന്നു, ഉന്നമായിട്ട് വരുന്നു. ജഡ്ജിക്ക് മുറിക്കാൻ മടി. ജഡ്ജി പറഞ്ഞു, 3 മക്കളാണല്ലോ, കൃത്യം പപ്പാതി വീതം വെക്കാമെങ്കിൽ ഡൈവോഴ്സ്. വെട്ടിമുറിക്കാൻ പറ്റുമോ? അവൻ ബിരുദന. അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, 1 വർഷം കൂടെ തന്നാൽ മതി, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. അവളെയും കൂട്ടിപ്പോയി. താമസിയാതെ ഗർഭിണിയായി. പ്രസവം കഴിഞ്ഞ് 21-ാം ദിവസം ഡൈവോഴ്സിൻ്റെ ഫൈനൽ ഡേറ്റ്. 4ാമത്തെ പ്രസവത്തിൽ 4ാമത്തെ കുഞ്ഞാകുമ്പോൾ 2 മുറിക്കാം. പ്രതീക്ഷയോടെ നോക്കിയിരുന്നു. പക്ഷെ അവൻ്റെ ഗതികേട്, അവൻ്റെ ഭാര്യ 4ാമത് പ്രസവിച്ചത് ഇരട്ടപ്പിള്ളേർ 5 പോയെന്നാം. ഓർത്താലും നടക്കണമെന്നില്ല. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. ദൈവം ഒരുമിപ്പിച്ച ജീവിതം. അതിനകത്ത് പറയുന്ന വാക്കാണ് ഉൽപ്പത്തി 2:25.
പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയില്ല. വിവാഹത്തിൻ്റെ ആദ്യ വർഷമാണേലും പ്രായം കഴിഞ്ഞ് മിഡിൽ ഏജ് ആണെങ്കിലും വാർദ്ധക്യത്തിലാണെങ്കിലും ഒറ്റ പ്രമാണം ഓർക്കണം: പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? ആദത്തിന് തുണിയില്ല, ഹവ്വായ്ക്ക് തുണിയില്ല എന്നല്ല. ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്ക് ഒന്നും ഉണ്ടായിരിക്കരുത്, ഭാര്യയെ ഒളിക്കാൻ ഭർത്താവിനൊന്നും ഉണ്ടായിരിക്കരുത്. ഒളിച്ച കാശിടപാട്, ഒളിച്ച ഫോൺ വിളി, ഒളിച്ച സുഹൃത്ബന്ധം, ഒളിച്ച വാട്സപ്പ് ഒന്നുമില്ല. നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയില്ല. ഒളിക്കാനും മറയ്ക്കാനുമില്ല, തുറന്ന ജീവിതം. നമുക്കറിയാം, നഗ്നരാണേലും ലജ്ജ തോന്നാത്ത ഒരു കൂട്ടം ആൾക്കാർ നമുക്കിടയിലുണ്ട്. അതാരാ? കൊച്ചു പിള്ളേർ, കുഞ്ഞു പിള്ളേർ. നൂൽ ബന്ധമില്ല. നടക്കുന്ന കണ്ടാൽ തോന്നും കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോകുന്ന പട്ടാളക്കാരൻ്റെ വീട്ടാണ് കൈയും വീശി പോവുക. നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയില്ല. ഞാൻ വീട്ടിൽ ചെന്നു. ഒരു 3 വയസ്സുകാരൻ പൊനറിഞ്ഞാണം മാത്രമിട്ട് നൂൽ ബന്ധമില്ലാതെ അച്ഛൻ്റെ പുറകെ പരേഡ് നടത്തുന്നു. തള്ള പറഞ്ഞു, ചെറുക്ക നാണമില്ലേ, അച്ഛനെ കണ്ടില്ലേ, അകത്തുപോയി എന്നിട്ട് ഇട്ടുകൊണ്ട് വാടാ. അപ്പോൾ ഈ ആഘോഷമായിട്ട് കാലേ 2 ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നു. ഇത് മതിയോ? ഒളിക്കാനും മറയ്ക്കാനുമില്ല. ചില കള്ളുകുടിയന്മാർക്കുണ്ട് ഈ സ്വാതന്ത്ര്യം. കഴിഞ്ഞ ക്രിസ്മസിന് പാലാ KSRTC ബസ് സ്റ്റാൻഡിന് മുമ്പിലൂടെ ഞാൻ പെറുത്താനം ആശുപത്രിയിൽ രാവിലെ 10:30 കുർബാനയെല്ലാം പോവുക മോട്ടോർ ബൈക്കിൽ. ബസ് സ്റ്റാൻഡിന് വാതിൽ ചെന്നപ്പം 2 കുടിയന്മാർ പൂക്കുറ്റി പൂസായിട്ട് നിൽക്കുന്നു. ഒരു കുടിയനാണെങ്കിൽ ജനിച്ച പാട്, നൂൽ ബന്ധമില്ല, കരിങ്കൽ പ്രതിമ പോലെ, ഗാന്ധി സ്റ്റാച്യു പോലെ വളഞ്ഞു നിൽക്കുന്നു. മറ്റേ കുടിയൻ ഒരു കീറത്തുണി ഉടുത്തില്ല പരുവത്തിൽ അരയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. ഞാൻ നിലേ പോകുമ്പോൾ തുണിയുള്ള കുടിയൻ തുണിയില്ലാത്ത കുടിയനോട് പറയുക, നാണം കെട്ടവനെ, ആ പോകുന്ന പുരോഹിതനാ, ഓർമ്മ വേണം. നമ്മൾ തിരുസഭയുടെ മക്കളാ, മറക്കല്. എത്ര പൂസായാലും അച്ഛന്മാരെ കാണുമ്പം നാണവും ബഹുമാനവും വേണം. പൂസായ നിനക്കതില്ലെങ്കിലും എനിക്കുണ്ടടാന്നും പറഞ്ഞ് ഇവൻ്റേത് മൊത്തം പറിച്ച് അവനെ ഒടിപ്പിക്കുന്ന കുടിയൻ. ഒളിക്കാനും മറയ്ക്കാനുമില്ല. അപ്പം ദാമ്പത്യത്തിൽ ഭാര്യയെ ഒളിക്കാൻ ഭർത്താവിനൊന്നുമില്ല, ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്കൊന്നുമില്ല, കാരണന്മാരെ ഒളിക്കാൻ മക്കൾക്കൊന്നുമില്ല. ഏത് പ്രായത്തിലും പ്രായത്തിനപ്പുറമുള്ള ഒരു വിധേയത്വം, ഒരു വിശ്വസ്തത, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കാണുന്നുണ്ട്, ദൈവമായ കർത്താവ് എല്ലാം സൃഷ്ടിച്ചപ്പോൾ ഈ പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കാണുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ചില മാറ്റം ആരംഭിച്ചു. പ്രത്യേകിച്ച് പുരുഷന് ചേർന്ന ഇണയായിട്ട് ദൈവം ഒരു പെണ്ണിനെ കൊടുത്തു, പെണ്ണിന് ചേർന്ന ഇണയായിട്ട് ഒരു പുരുഷനെ കൊടുത്തു. അത് 20-ാം വയസ്സിൽ ആരംഭിച്ച് മരണം വരെ നീളുന്ന ഒന്നായിട്ട് ചേർന്ന ഇണയെന്നാണ് പറയുക. ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ലോകത്ത് ചില ഐറ്റങ്ങൾ ആരംഭിച്ചു. പെണ്ണുങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് വർത്തമാനം പറച്ചിൽ, ചിരി, കരച്ചിൽ, നിലവിളി, നെഞ്ചത്തടി, ഏങ്ങലടി. ഈ ഐറ്റമെല്ലാം സ്ത്രീ ഉണ്ടായതിനു ശേഷമാണ്. സ്ത്രീ ഇല്ലാത്ത ലോകം ജില്ലാശുപത്രിയിലെ മോർച്ചറി പോലെയാണ്, ഒരനക്കവുമില്ല. വർത്തമാനം ആരംഭിച്ചത് സ്ത്രീ ഉണ്ടായതിനു ശേഷമാണ്. സായിപ്പന്മാർ പറയും, പർദീസായിലെ ആദ്യത്തെ സംസാര ഭാഷ ഇംഗ്ലീഷായിരുന്നു. ഞെട്ടി എന്നിട്ട് പുരുഷൻ നോക്കുമ്പം ഒരു സുന്ദരപ്പണി മുമ്പ് നിൽക്കുന്നു. അവൻ ഇംഗ്ലീഷിൽ സ്വയം പരിചയപ്പെടുത്തി. എങ്ങനെ? മാഡം, ഐ ആം ആഡം. അങ്ങനെ വർത്തമാനം ആരംഭിച്ചെന്ന മലയാള ഭാഷാപ്രേമികൾ പറയും, പർദീസയിലെ ആദ്യ ഭാഷ മലയാളം. ഞെട്ടി എന്നിട്ട് ആദം നോക്കുമ്പോൾ പനങ്കല പോലത്തെ മുടി, പാദം മുട്ടി കിടക്കുന്ന ഒരു മാദകത്തിടമ്പ് മന്ദം നടന്നു നീങ്ങും. നീ പോകരുത്, ഇങ്ങോട്ട് വാ എന്നർത്ഥത്തിൽ ഹേ വാ. അങ്ങനെ ഹവ്വ എന്ന വാക്കുണ്ടായി. സംസാരം ആരംഭിച്ചു, ചിരികളും വർത്തമാനവും ആരംഭിച്ചു. അതുകൊണ്ടാണ് വർത്തമാനം സ്ത്രീകളെ കൂടുതൽ വർത്തമാനം പറയുന്നറിയാവുന്നത് മലയാളികളെക്കാൾ തമിഴന്മാർക്കാണ്. തമിഴന്മാർ സ്വന്തം ഭാര്യയെ വിളിക്കുന്ന പേര് തന്നെ സംസാരം എന്നാണ്. രണ്ടും കൂടെ ഒത്തുപോകുന്ന വാക്ക്. കഴിഞ്ഞ വർഷം അതിരമ്പഴ പള്ളി പെരുന്നാളിൻ്റെ വെടിക്കെട്ടിന് വികാരിച്ചിന് അനൗൺസ്മെൻറ്റ്, അമിട്ടേ ഗുണ്ടേ വാണം കഥന പൊട്ടുന്ന കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹമുള്ളവർ സഹോദരിമാർ അല്പം സ്വരം താഴ്ത്തി സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അച്ഛനാണ്, കോടതിയിലെ വക്കീലുമാണ്. ഒരുപാട് കുടുംബ കോടതി കേസുകൾ എൻ്റെ അടുക്കൽ പരിഹരിക്കാറുണ്ട്, അതിന് വരാറുമുണ്ട്, ജാതിമത ഭേദമന്യേ. ഇപ്പം അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ 15 മിനിറ്റ് ഒരു മാസം അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞാൽ അത് 80 വയസ്സുകാരാണേലും 50 വയസ്സുകാരാണേലും 30 വയസ്സുകാരാണ്, ഏതോ പ്രായത്തിലാണേലും ഒരു 15 മിനിറ്റ് അടുത്തിരുന്ന് ഭാര്യ ഭർത്താക്കന്മാർ വർത്തമാനം പറഞ്ഞാൽ പല പ്രശ്നവും തീരും. ആർക്കും സമയമില്ല.
ഭയങ്കര തിരക്കും ഭയങ്കര ബഹളവും. ജനശ്രീ, കുടുംബശ്രീ, പള്ളി, പഞ്ചായത്ത്, രാഷ്ട്രീയം ഓടി നടക്കും. പക്ഷേ ഭാര്യയോട് ഇരിക്കാൻ സമയമില്ല. സ്ത്രീ പഞ്ചായത്ത് മെമ്പർ, ആ മെമ്പർ, ഈ മെമ്പർ, ഓട്ടവാ. ഭർത്താവിനെയും മക്കളെയും കേൾക്കാൻ സമയമില്ല. ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു, നല്ല ഭർത്താക്കന്മാർക്ക് ഭാര്യയെ നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ 15 മിനിറ്റ് അടുത്തിരുന്ന് വർത്താനം പറഞ്ഞാൽ മതി. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ചോ 15 മിനിറ്റ് ഉണ്ട്, ഈ മനുഷ്യൻ ഒരു 5 മിനിറ്റ് കിടക്കുന്നതിന് മുമ്പ് വർത്താനം പറഞ്ഞാൽ മതി. ഈ മനുഷ്യൻ സന്ധ്യയാകുമ്പം 3 അടിയുടെ കാര്യം പറയും, വേറെ ഒന്നും പറയത്തില്ല. 3 അടി. എന്താടി 3 അടി? 1 പ്രാർത്ഥിക്കടി, 2 കഞ്ഞി വിളമ്പടി, 3 പാവിരിക്കടി. ഈ 3 അടിയേ ഉള്ളൂ. ഇപ്പോൾ കുടുംബത്തിൽ അടുത്തിരിക്കണം, മിണ്ടണം, വർത്താനം പറയണം. ഒരു സ്ത്രീ പറഞ്ഞു, എനിക്കെന്നെ കെട്ടിയവനെ കാണുമ്പം അടിവേർ നോക്കി ഒരു തൊഴി കൊടുക്കാനാണ് തോന്നുന്നു. അതെന്നാടിയെന്ന് ചോദിച്ചു. ആദ്യ രാത്രിയിൽ ചൂടടിച്ച് പുതപ്പിനിടെ ഒരുമിക്കിടന്ന് കൊച്ചു വർത്താനം പറയാമെന്ന് ഓർത്തപ്പോൾ പാതിരാത്രി 12 മണിക്ക് ഇത് ഞാൻ ചാടി എഴുന്നേറ്റ് ചോദിക്കുക, ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം ഏതാടിയെന്ന്. ഇതെന്നെ അച്ഛാ, ഭൂമിശാസ്ത്രം പഠിക്കാനാണോ ഇയാളിനെ കെട്ടിക്കിട്ടുമെന്ന്. ഞാൻ നീയാണ് അങ്ങനെ ചോദിച്ചത്. എൻ്റെ അച്ഛാ, വിവാഹത്തിനൊരുക്കിയ മനഃശാസ്ത്രം പറഞ്ഞായിരുന്നു, പൊതുജീവിതമല്ലേ, വിഷയങ്ങൾ തീരുമ്പോൾ മനപ്പുറം വിഷയങ്ങൾ ഉണ്ടാക്കി വർത്താനം പറയണം. ഇവിടെ പൊതുവിജ്ഞാനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിഷയം എടുത്തിട്ടു, ഇത്രയും വലിയ വിഷയമാവുന്നു ഒരിക്കലും ഓർത്തിരുന്നില്ല. അപ്പോൾ സംസാരിക്കാൻ ദൈവം കൊടുത്ത ശക്തി. ആണുങ്ങൾ ഒരു ദിവസം 7000 വാക്കാണ് പറയുക. എഴുന്നേൽക്കും മുതൽ ഉറങ്ങുന്നത് വരെ സാധാരണ ഒരു പുരുഷൻ 7000 വാക്ക് പറയും. ഒരു സ്ത്രീ ആ സമയത്ത് 14000 വാക്ക് പറയും. ഈ വാക്ക് അക്ഷരം മാത്രമല്ല, ആക്ഷൻ, ഗോഷ്ഠി, ചേഷ്ട എല്ലാമായിട്ടാണ്. ഭർത്താവ് ഇവിടുന്ന് കുണ്ടറ കാവല വരെ പോയി തിരിച്ചു വരുമ്പോൾ 6500 വാക്ക് വഴി തീർന്നു പോയി. പെരയ്ക്കകത്ത് വരുമ്പം വെറും 500 സ്റ്റോക്ക് കിട്ടു. ഭാര്യ എന്നാ പറഞ്ഞാലും അമ്മച്ചിമാരി ഇടിയപ്പം ഉണ്ടാക്കുന്നില്ല, ഞെക്കി മുക്കി ആഹാ ഇത്രേ പറയുന്നുള്ളൂ. അത് സ്നേഹക്കുറവല്ല, 500 സ്റ്റോക്ക് ഉള്ളൂ. ഭാര്യയ്ക്ക് 14000 ഉണ്ട്. ഭർത്താവ് വരുമ്പോഴേ അതും പറയും, മിണ്ടാതിരിടി, അങ്ങനെ പറയല്ലേ. അങ്ങനെ മിണ്ടാതിരുന്നാൽ പിറ്റേ ദിവസം അവൾ 28000 വാക്കുമായിട്ട് വരും. അതുകൊണ്ട് ഓരോ ദിവസവും 15 മിനിറ്റ് മിണ്ടണം. ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആണുങ്ങൾ ഡെയിലി 7000 വാക്ക് പറയുമ്പോൾ നിങ്ങൾ പൊട്ടിപ്പെണ്ണുങ്ങൾ 14000 വാക്കാണ് പറയുന്നത്. ഭാര്യ പറഞ്ഞു, ഞങ്ങളുടെ കുഴപ്പമല്ല, തന്നെപ്പോലുള്ള കിഴങ്ങന്മാരെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ പാവം പെണ്ണുങ്ങൾ അല്ല 2 പ്രാവശ്യം ആവർത്തിക്കണം. അങ്ങനെ 7000 14000 ആയതാണ്. എന്നാടി നീ പറഞ്ഞ് കണ്ടോ, അതുപോലും 2 പ്രാവശ്യം പറഞ്ഞാൽ പിടി കിട്ടത്തുള്ളൂ. ഇപ്പം വർത്തമാനം ആരംഭിച്ചു. അപ്പം നല്ല ചിരിക്കുന്ന ഭാര്യയുണ്ടോ കുടുംബത്തിൽ സന്തോഷം. അതുപോലെ പെണ്ണുങ്ങൾ കരഞ്ഞോണം, ആണുങ്ങളെ നേടാം. കാരണം സ്ത്രീക്ക് ദൈവം കൊടുത്ത കഴിവാണ് കരഞ്ഞാൽ ആണുങ്ങളെ വീഴിക്കാം. മോള് കരഞ്ഞോ അപ്പൻ ഉടയും, കാമുകി കരഞ്ഞോ കാമുകൻ ഒലയും, ഭാര്യ കരഞ്ഞോ ഭർത്താവ് ഉരുകും, പെങ്ങൾ കരഞ്ഞോ ആങ്ങളെ തകരും. ആണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്നതുകൊണ്ട് വെള്ളം വീണാൽ പെട്ടെന്ന് അലുത്തു പോവും, കുഴഞ്ഞു പോവും. പക്ഷെ പെണ്ണുങ്ങളെ ആസിഡ് ഒഴിച്ചാൽ പോലെ ഇളക്കാൻ പാടാണ്. എല്ലേന്നുണ്ടായതാണ്, നല്ല കട്ടി എന്നാണ് വെപ്പ്. ഇപ്പം ദൈവം സ്ഥാപിച്ചു ആ വീട്. നമ്മൾ ദൈവം തരുന്ന വീട് ഈ ഭൂമിയിൽ ഒരു കാനാൻ ദേശമായിട്ട് മാറണം. ബൈബിളിലെ മനോഹരമായ സ്ഥലമാണ് കാനാൻ ദേശം. കാനാൻ ദേശം 2 അനുഭവങ്ങളുടെ സ്ഥലമാണ്. അത് കുടുംബത്തിനകത്തുണ്ടാകണം. 1 പാലനുഭവം, 2 തേനനുഭവം. ഏത് പ്രായത്തിലും കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ മരണം വരെ ഈ 2 അനുഭവം കൊടുക്കാൻ പഠിക്കണം. 1 പാലനുഭവം, 2 തേനനുഭവം. എന്താ പാല്? താമസിക്കാൻ വീട്, ഉടുക്കാൻ തുണി, കഴിക്കാൻ ഭക്ഷണം, ആരോഗ്യത്തിന് മരുന്ന്, ഇതെല്ലാമാണ് പാല്. നിലനിൽപ്പിന് ആവശ്യമായത്. ദൈവകൃപയാൽ നിങ്ങൾക്കതിന് വലിയ കുറവില്ല. ഇല്ലാതെ പോകുന്ന 2 തേനനുഭവം. തേനനുഭവം ഇല്ലെങ്കിൽ മതം മാറി കല്യാണം കഴിക്കും. തേനനുഭവം ഇല്ലെങ്കിൽ ഒളിച്ചോടും. തേനനുഭവം ഇല്ലെങ്കിൽ ആത്മഹത്യ നടക്കും. തേനനുഭവം ഇല്ലെങ്കിൽ ഡൈവോഴ്സിനോടും. തേനനുഭവം ഇല്ലേ മരിച്ചേക്കാവും തോന്നും. എന്താ തേനനുഭവം? മുറിവിൽ കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുന്നതാണ് തേനനുഭവം. ഭർത്താവ് സാമ്പത്തിക തകർച്ചയിൽ ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ ഭാര്യ അടുത്ത് ചെന്ന് എല്ലാ പേരും പോയി, എല്ലാം പോയി, നമുക്ക് വിഷം കുടിക്കാം, അല്ലെ തൂങ്ങിച്ചാകാം, അല്ലെ നാട് വിട്ടേക്കാം. ആ ഭാര്യയാണ് പിശാച് ഭാര്യ. അവൾ നല്ല ഭാര്യയാണെ പറയും സാരമില്ല മനുഷ്യ, ഒന്നുമില്ലായ്മ തുടങ്ങി വീണ്ടും ഒന്നേന്ന് ആരംഭിക്കാം, സാരമില്ല. അതാണ് തേനനുഭവം. മോൻ കല്യാണം കഴിച്ചു, അപ്പനോടെന്തോ ഒരു മുറിപ്പെടുത്തുന്ന വാക്ക് പറഞ്ഞു. പ്രായത്തിൻ്റെ ബഹളത്തിൽ ഭർത്താവ് ദുഃഖിക്കുമ്പോൾ ഭാര്യ അടുത്തിരുന്ന് പറയണം, മനുഷ്യ സങ്കടപ്പെടേണ്ട, മക്കൾ വൃക്ഷം, മക്കൾ പക്ഷിക്കുഞ്ഞുങ്ങൾ, നമ്മൾ വൃക്ഷം. പക്ഷി പറക്കും, വൃക്ഷം നിൽക്കും.
നിങ്ങൾക്ക് ഞാൻ തുണ, എനിക്ക് നിങ്ങൾ തുണ, നമുക്ക് ദൈവം തുണ. ഭാര്യയോട് മകൻ്റെ ഭാര്യ മുറിപ്പെടുത്ത എന്തോ വാക്ക് പറഞ്ഞു. ഭാര്യ നിറഞ്ഞ കണ്ണോടിരിക്കുമ്പം ദൈവം നീതിമാനാ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും, കുത്തിയിരുന്ന് അനുഭവിക്കടി. അതാണ് പിശാച് കെട്ടിവൻ. അവൻ തേനമൃഗം കൊടുത്താൽ പറയും, എടി നമ്മൾ തുറമുഖം, മക്കൾ കപ്പൽ പോകും, തുറമുഖം നിൽക്കും. നിനക്ക് ഞാൻ തുണ, എനിക്ക് നീ തുണ, നമുക്ക് ദൈവം തുണ. അങ്ങനെ പറയുന്നതാണ് തേനനുഭവം. ഇപ്പം വീട് കാനാൻ ദേശമാകണോ തേനനുഭവം. അതിൻ്റെ വെളിച്ചത്തിൽ തുടങ്ങണം. ഒരു കാരണവശാലും സ്വന്തം ഭാര്യയുടെ കുറ്റം മക്കളുടെ കേൾക്കലോ സ്വന്തക്കാട് കേൾക്കലോ ഒരു ഭർത്താവ് പറയില്ല, മരിച്ചാലും പറയില്ല. സ്വന്തം ഭർത്താവിൻ്റെ കുറ്റം കുഞ്ഞുങ്ങളുടെ കേൾക്കലോ വീട്ടുകാട് കേൾക്കലോ ഭാര്യ ആരോടും പറയില്ല. തൊണ്ട പുഴുത്തോ ഞുണഞ്ഞിറക്കുക, ആരോടും പറയല്ലേ. പള്ളിയിൽ ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് 4 ആൻറ്റിമാർ വർത്താനം പറയാം. ഒരാൻറ്റി പറഞ്ഞു, എൻ്റെ കെട്ടിയവൻ ഒരു വൃത്തികെട്ട സാധനം, ഏത് പെണ്ണുങ്ങൾ പോയാലും പുറകിൽ നിന്ന് വായും പൊടിച്ച് നോക്കിക്കൊണ്ടിരിക്കും, ഇതുകൂടി പിശാചിനെ കിട്ടിയല്ലോ. രണ്ടാമത്തെ സ്ത്രീ, എൻ്റെ കെട്ടിയവൻ എപ്പോഴും മൊബൈൽ ഫോണിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെ ടി വി നോക്കുക, മിണ്ടാനേ സമയമില്ല. മൂന്നാമത്തെ സ്ത്രീ പറഞ്ഞു, എൻ്റെ കെട്ടിയവൻ എപ്പോഴും പുകവലി, മയക്കുമരുന്ന്, കള്ളുകൂടി, വൃത്തികെട്ട നാറ്റം. ഇപ്പം നാലാമത്തെ സ്ത്രീ പറഞ്ഞു, ദേ നമ്മളിങ്ങനെ കെട്ടിയവന്മാരെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയാവോ, അത് മോശമല്ലേ. അങ്ങനെ പറയാനാണെങ്കിൽ എൻ്റെ കിഴങ്ങനെക്കുറിച്ച് എന്തെല്ലാം പറയാനുണ്ട്, ഞാനായിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ. വീട് കാനാൻ ദേശമാകണം, വീട് ഒരു കാനാൻ ദേശമാകണം. വീട് കാനാൻ ദേശമാകണമെങ്കിൽ പഴയ നിയമത്തിലെ 10 പ്രമാണങ്ങളിലേക്ക് നമ്മൾ തിരിയണം. പഴയ നിയമത്തിലെ 10 പ്രമാണങ്ങൾ, അതാണ് കാലാതീതമായി, കാലത്തിനപ്പുറം, പ്രായത്തിനപ്പുറം കുടുംബം സ്വർഗമാകണോ, ഈ 10 പ്രമാണങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. 1, ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റു ദൈവം ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്ന വീട്. ദൈവത്തിന് 1-ാം സ്ഥാനം. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വീഴ്ച വരുത്താത്ത കുടുംബം, ഞായറാഴ്ച കുർബാനയ്ക്ക് വീഴ്ച വരുത്താത്ത കുടുംബം, വേദപുസ്തക വായനയ്ക്ക് വീഴ്ച വരുത്താത്ത കുടുംബം, സഭയുടെ നമസ്കാര പ്രാർത്ഥനകൾക്ക് വീഴ്ച വരുത്താത്ത കുടുംബം, ദശാംശം കൊടുക്കുന്നതിൽ വീഴ്ച വരുത്താത്ത കുടുംബം, പള്ളിയെ സ്നേഹിക്കുന്നതിൽ വീഴ്ച വരുത്താത്ത കുടുംബം, ആ കുടുംബം കാനാൻ ദേശമാണ്. ദൈവത്തിന് 1-ാം സ്ഥാനം. ഇന്ന് പലപ്പോഴും പ്രശ്നം വരുന്നത്, തലമുറ മാറുമ്പോൾ പ്രാർത്ഥനയ്ക്ക് പകരം സീരിയൽ അതിപ്രസരം. കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ അമ്മയുടെ ആങ്ങളെ രാത്രി ഞാൻ ഫോൺ വിളിച്ചു. അങ്കിള് പറഞ്ഞു, മോനെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാവോ, ഞാനും മോൻ്റെ അമ്മായിയും കൂടി പരസ്പരം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കുറേ കഴിഞ്ഞ് വിളിക്കാവൂ. ഞാനോർത്തു തമ്മി കാണുക. പിന്നെയാണ് പിടികിട്ടത്, അന്നത്തെ ഒരു സീരിയലിൻ്റെ പേരാണ് പരസ്പരം. രണ്ടുപേരും ഇതും കണ്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ പറഞ്ഞു, അച്ഛാ എൻ്റെ ഭാര്യ സീരിയൽ കാണാൻ വരുന്നത് വടക്കൻ വീരഗാഥയിലെ പോലെ ടർക്കി ടേബിൾ കയറ്റി കൊടുത്ത് സോപ്പ് പതച്ച് വേഗം നനച്ച് ഒറ്റ ഇരിപ്പാ. അതെന്താ എൻ്റെ അച്ഛാ, പരസ്യം വരുമ്പം വെള്ളമൊഴിക്കാൻ പോയാൽ മതിയല്ലോ, അത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. ചില പെണ്ണുങ്ങളെ കാണാം സന്ധ്യയാകുമ്പം കുളിച്ച് തോർത്തി, തലമുടി കാച്ചിക്കാ പൊഴിയുന്ന പോലെ പൊക്കിക്കെട്ടി, ഞണ്ട്, തേള്, പഴുതാര, ആമ, കൊടക്കമ്പി, ഇരുമ്പ് കമ്പി, ആപ്പ്, പൂള് ഇതും കുത്തിക്കയറ്റി നെഞ്ചിന് ഉരുകെ ഒരു ടർക്കി ടേബിൾ ഒറ്റ ഇരിപ്പാണ്. കാരണം 7 മണി മുതൽ ഒരുപാട് സീരിയൽ കണ്ണുനീര് വീണ് കുതിരാനുള്ള നെഞ്ചാണിത്. ഞാൻ വരുന്നപ്പോൾ ഉഴവൂരിൽ നിന്നാണ്, പാലാ ഉഴവൂര്, മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ നാട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് 70 വയസ്സ് പ്രായമുള്ള ആൻറ്റി അയൽവക്കത്തെ 50ഓളം കുഞ്ഞുങ്ങൾക്ക് ജിലേബി, ലഡു എല്ലാം വിതരണം ചെയ്യുന്നു. ആൾക്കാർ ചോദിച്ചു, ആൻറ്റിയുടെ ബർത്ത്ഡേ ആണോ? അല്ല. വിവാഹ വാർഷികമാണോ? അല്ല. കുഞ്ഞുങ്ങളുടെ ജന്മദിനമാണോ? അല്ല. പിന്നെ ജിലേബി, ലഡു? ആൻറ്റിയുടെ മറുപടി, 6 മാസമായി സീരിയൽ ഗർഭിണിയായിരുന്ന ശ്രീലക്ഷ്മി മിനിയാന്ന് പ്രസവിച്ചു, അതിൻ്റെ സന്തോഷമാണ് ലഡു, ജിലേബി നാട്ടുകാർക്ക് കൊടുക്കുക. അപ്പോൾ ദൈവത്തിനുള്ള സ്ഥാനം പോകുന്നു. ദൈവത്തിന് 1-ാം സ്ഥാനം കുടുംബത്തിൽ കൊടുക്കുമ്പോൾ 3 വാക്കുകൾ ദമ്പതികൾ പറയണം. 3 വാക്കുകൾ. 1 പ്ലീസ്, 2 സോറി, 3 താങ്ക് യു. ദാമ്പത്യത്തിൽ പിശുക്കില്ലാതെ പറയേണ്ട 3 വാക്കുകൾ. പ്ലീസ്, സോറി, താങ്ക് യു. എന്താ പ്ലീസ്? ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ ആദരവോടെ സംസാരിക്കാവൂ. ഭാര്യയോട് സംസാരിക്കുമ്പോൾ ബഹുമാനത്തോടെ സംസാരിക്കണം. ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ നിധിയാണ് എൻ്റെ ജീവിത പങ്കാളി, ആ രീതി വേണം സംസാരിക്കാൻ. മക്കളോട് സംസാരിക്കുമ്പോഴും ഒത്തിരി പരുഷമാകരുത്. ഒരു പ്ലീസ്, സൗഹൃദത്തിൻ്റെ ഭാഷ. പഴയകാല അപ്പന്മാർ പഠിത്തക്കുറവും പ്രാകൃത വാസനയുള്ളവരാ, അവർ പലതും പറയും. പുതിയ തലമുറയിൽ ഒരിക്കലും അതരുത്. പ്രായത്തിനപ്പുറം വളരാൻ നമ്മൾ പഠിക്കണം. പുതിയ തലമുറയിൽ ഉദാഹരണത്തിന് ഭാര്യയോട് ഭർത്താവ് ചായ അനത്തടി, കറി ഒലത്തടി, ചോറ് വിളമ്പടി, അത് കൽപ്പനയാണ്. ഇന്നത്തെ പറയണം, നമുക്ക് ചായ കുടിച്ചാലോ ചോറുണ്ടാലോ, എന്നാ പറയുന്നു? സൗഹൃദത്തിൻ്റെ ഭാഷ.
ഭാര്യ ഭർത്താവിനോട്, 2 ദിവസമായി പഞ്ചസാര തീർന്ന കാര്യം പറഞ്ഞു, ഇന്നും കൂടെ മേടിച്ചില്ല, സത്യമായിട്ട് നാളെ താൻ പഞ്ചാരില്ലാത്ത കട്ടൻ കാപ്പി കയറ്റേണ്ടി വരും കേട്ടോ. അതിനകത്ത് പ്ലീസ് ഇല്ലല്ലോ. സംസാരത്തിൽ ഒരു സൗമ്യത വേണം, പ്ലീസ്. അങ്ങനെ വരുമ്പോൾ ആ സൗമ്യത ആ രീതി ഉപയോഗിക്കുക. 2, സോറി. ഞാൻ എത്ര മിടുക്കൻ ഭർത്താവാണേലും ഒരു വാക്ക് തെറ്റിയോ ഭാര്യയോട് സോറി മോളെ എന്ന് പറയാൻ പഠിക്കണം. ഭർത്താവിനോട് സോറി എന്ന് പറയാൻ പഠിക്കണം. ഇത് നാട്ടുകാരോടല്ലല്ലോ, ജീവിത പങ്കാളിയോടാ സോറി. നമുക്കൊക്കെ മനുഷ്യന് മൂഡ് മാറും. അതുകൊണ്ട് ഓർത്തോണം, ഒരു ഭർത്താവ് അരിശം വരുമ്പോൾ എന്തേലും പറഞ്ഞാൽ വിവേകമുള്ള സ്ത്രീ അത് മുഖവിലേക്ക് എടുക്കരുത്. അത് കടലിലെ തിരമാല പോലെ വരുന്ന ഉള്ളിൽ ആഴക്കടലിൽ അവന് സ്നേഹമുണ്ട്. ഒരു വാക്കിൽ കെട്ടിയവനെ വിധിക്കരുത്, പരിഭവിക്കരുത്. ഭാര്യ അരിശം വരുമ്പോൾ എന്തേലും പറഞ്ഞോ അത് വെച്ച് ഭാര്യയെ വിമർശിക്കരുത്. സ്നേഹത്തോടെ ഇരിക്കുക, ശാന്തമായിട്ടിരിക്കുക, പറയുന്ന വാക്കെടുത്തേക്കല്ലേ. അരിശം വരുമ്പോൾ പലതും പറയാം. ഭാര്യ അരിശം വരുമ്പോൾ കെട്ടിയവനോട്, താൻ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് കാലൊടിഞ്ഞ് കിടക്കത്തേ ഉള്ളൂ. ഒടിയാൻ വേണ്ടി പറഞ്ഞതല്ലല്ലോ, അരിശം തീർക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഒടിഞ്ഞാൽ അവർക്ക് തന്നെയല്ലേ പിന്നെയും ഡ്യൂട്ടി കൂടുതൽ വരിക. അങ്ങനെ എടുക്കാൻ പഠിക്കണം. ഭർത്താവ് ഭാര്യയോട്, നീ ഒന്ന് ചത്തായിരുന്നെങ്കിൽ വേറെ ഒന്ന് എനിക്ക് കെട്ടാമായിരുന്നു. കെട്ടാൻ വേണ്ടിയല്ല, ഇത് മടുത്തിട്ടാ ചത്താൻ മതിയെന്ന്, പിന്നെ കെട്ടാൻ പോവോ? നീ അത് വാക്കിലെടുക്കരുത്, അക്ഷരാർത്ഥത്തിൽ അതെടുത്തേക്കരുത്. ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഞാൻ നിന്നെ ഓമനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. ഭാര്യ പറഞ്ഞു, സ്നേഹിച്ചു? ഞാനെങ്ങാനും മരിച്ചാലോ? എൻ്റെ ഏടി, നീ മരിച്ചാൽ എനിക്ക് പ്രാന്ത് പിടിക്കും. പ്രാന്ത് പിടിക്കട്ടെ, വേറെ വല്ല പെണ്ണുങ്ങളെയും കെട്ടുവോ? അവൻ്റെ മറുപടി, എൻ്റെ ഏടി, പ്രാന്ത് പിടിച്ചാൽ പിന്നെ എന്നാക്കെ കാണിക്കുമെന്ന് ആർക്കാ പറയാൻ പറ്റുക? അപ്പോൾ ചില വാക്ക് പറിച്ചിട്ട് പിന്നെ പറയണം ഒരു സോറി. ഭർത്താവ് ഭാര്യയോട് പറയണം, ഭാര്യ ഭർത്താവിനോട് പറയണം. അങ്ങനെ സോറി പറയുമ്പോൾ 3 നിയമങ്ങൾ കൊണ്ടുവരണം. 3 നിയമങ്ങൾ, 3 തീരുമാനങ്ങൾ. എന്താണ് ജീവിതത്തിൽ? 1, കോപം വരുമ്പോൾ വർത്തമാനം പറയല്ലേ. ദാമ്പത്യത്തിന് വിജയമാണ്. കോപം വരുമ്പോൾ വർത്തമാനം പറയല്ലേ. അരിശം വരുമ്പം വല്ലതും പറയാൻ തോന്നും, പക്ഷെ പിന്നീട് ദുഃഖിക്കും. അനാവശ്യ വാക്ക് പറഞ്ഞാൽ ഖേദിക്കുന്ന ഭൂതകാല സ്മരണ നമുക്കുണ്ടാകും. കയ്യിൽ നിന്ന് പോയ കല്ലും വായിൽ നിന്ന് പോയ വാക്കും തിരിച്ചു പിടിക്കാൻ പറ്റിയല്ല. അരിശം വരുമ്പം തോന്നുന്നതൊന്നും ഭാര്യയോട് പറയല്ലേ. അരിശം വരുമ്പം തോന്നുന്നതല്ല ഭർത്താവിനോട് പറയല്ലേ. ഭാര്യയ്ക്ക് കെട്ടിനോട് അരിശം വന്നു, നല്ല പുളിച്ച് തെറി വിളിക്കാനും തോന്നുന്നുണ്ട്, ഒരു തൊഴി കൊടുക്കാനും തോന്നുന്നുണ്ട്. ചെയ്താൽ പോയില്ലേ, അവൾ മര്യാദയ്ക്ക് അടുക്കളയിൽ പോകണം. ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്യണം. ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ശരിക്കും തിളപ്പിച്ചിട്ട് ഉള്ളി അരിഞ്ഞിടണം, കടുക് ഒപ്പം ഇടണം, കരിവേപ്പില മുറിച്ചിടണം. എന്നിട്ട് ചട്ടുകം കൊണ്ട് ഇങ്ങനെ ഒലത്തിക്കൊണ്ട് നിൽക്കണം. 10-25 മിനിറ്റ് ഒലത്തി എപ്പോൾ അരിശം പോവോ അപ്പോഴേ വർത്താനം പറയാവുള്ളൂ. കോപം വരുമ്പോൾ തോന്നുന്ന വാക്ക് പറയല്ലേ. ഭർത്താവിന് ഭാര്യയോട് കോപം തോന്നി, അരിശം വന്നോ, മൊബൈൽ ഫോണും കൊണ്ട് പെരക്കിയിട്ടും 3 റൗണ്ട് പോയിട്ട് താഴെ മുഴുവൻ കറങ്ങി നടക്കുക, തണുക്കുമ്പോഴേ ഉണ്ടാവും. അപ്പം 1, കോപം വരുമ്പോൾ സംസാരിക്കരുത്. 2, നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്. കുടുംബത്തിൽ ഒരു ചെറിയ തകർച്ച വന്നു, ചെറിയ നൊമ്പരം വന്നു, അതേത് പ്രായത്തിൽ ഏത് കാലത്തിലും ആകാം. ഉടനെ തൂങ്ങിച്ചത്തേക്കാം, വിഷം കുടിച്ചേക്കാം, ഒളിച്ചു പോയേക്കാം. ഇതുകൂടി വാക്ക് പറയല്ലേ. നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്. മനസ്സ് വേദനിക്കുമ്പോൾ കുറേ ദിവസം ചുമ്മാ അടങ്ങിയിരിക്കുക, പള്ളിയിലിരിക്കുക, പ്രാർത്ഥനാമുറിയിലിരിക്കുക, ബൈബിൾ എടുത്തിരിക്കുക. കുറേ കഴിയുമ്പം ഉത്തരം ദൈവം തരും. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. അപ്പം നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്. 3, ആഹ്ലാദം വരുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്. ആഹ്ലാദം വരുമ്പോൾ ഭാര്യ നല്ല ഒരു മീനും വറുത്ത് വെച്ചു, രസം ഉണ്ടാക്കി, കഴിച്ചപ്പോൾ നല്ല രസം, അവളെ കെട്ടിപ്പിടിച്ച്, എൻ്റെ ഏടി എന്നാ നല്ല ടേസ്റ്റാ, നിൻ്റെ അടുത്ത ബർത്ത്ഡേക്ക് ചേട്ടൻ 5 പവൻ്റെ ഡിസ്കോമാല പണിയിച്ച് തരും. ഉണ്ടാക്കാൻ വകുപ്പുണ്ടല്ലേ പറയാവൂ. ഇല്ലെങ്കിൽ അടുത്ത ബർത്ത്ഡേക്ക് ഡിസ്കോ ഡാൻസ് പനിക്ക് വരും, ഡിസ്കോ ഡാൻസ് വീട്ടിലുണ്ടാവും. ആവശ്യമില്ലാത്ത വാഗ്ദാനം കൊടുക്കരുത്. 1, കോപം വരുമ്പോൾ വർത്തമാനം പറയല്. 2, നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്. 3, ആഹ്ലാദം വരുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്. 1 പ്ലീസ്, 2 സോറി, 3 താങ്ക് യു. നന്ദി പറയാൻ പഠിക്കണം. വിദേശത്ത് എവിടെ ചെന്നാലും ഏത് പ്രായത്തിലും നന്ദിയാണ്. 30 വയസ്സുള്ള ദമ്പതിയാണേലും 50 ആണേലും 80 ആണേലും ഒരു താങ്ക് യു പറയും. ഇത് പ്രായത്തിനപ്പുറമുള്ള ഒരു വളർച്ചയുടെ ആറ്റിറ്റ്യൂഡാണ്. താങ്ക് യു പറയാൻ പഠിക്കണം. നമ്മുടെ നാട്ടിലോ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയി, ഇന്നെന്നാ താങ്ക് യു പറയാനാ, അവരുടെ പണിയല്ലേ ഇത്, എല്ലാം എൻ്റെ അവകാശം, അയാളുടെ ജോലിയല്ലേ, എനിക്ക് അർഹതപ്പെട്ട രീതിയിൽ ചിന്തിക്കും.
പക്ഷെ വിദേശത്ത് ചെല്ലണം, ഭർത്താവ് ഒരു നല്ല ചുരിദാർ മേടിച്ചുള്ള ഭാര്യ പറയും താങ്ക് യു മാൻ, നല്ല മാച്ചിങ് കളറാകട്ടോ. ഭാര്യ ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തു, താങ്ക് യു ഹണി, നല്ല ടേസ്റ്റ് ആകട്ടോ. ഒരു പിശുക്കുമില്ല. അച്ഛന്ന് പറയുന്നത് കേട്ടു, ഇന്ന് രാത്രി 9:30 ഭാര്യ ചൂട് കഞ്ഞി, പയറുതോരൻ, ചമ്മന്തി എല്ലാം കൂടെ വിളങ്ങുമ്പം താങ്ക് യു അറിയാമേ, നല്ല രുചിയാണല്ലോ, അവിടെ വട്ടു പിടിച്ച മനുഷ്യാന്ന് ചോദിക്കും. പെട്ടെന്ന് പറയേണ്ടതല്ല, ജീവിതം കൊണ്ടൊരു താങ്ക് യു ഭാര്യയ്ക്ക് തോന്നും, ജീവിതം കൊണ്ടൊരു താങ്ക് യു ഭർത്താവിന് തോന്നണം. അപ്പോൾ ഒന്ന്, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്ന ഒരു കുടുംബ ജീവിതം ഏത് പ്രായത്തിലും ഏത് കാലത്തിലും. 2, ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. എന്ന് പറഞ്ഞാൽ മോശമായ വാക്ക് പെരയ്ക്കകത്ത് പറയല്ലേ. തെറി വാക്കുകൾ, ചീത്ത വാക്ക് പറയുന്ന കെട്ടിയവനാകരുത്. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയുന്ന ഭാര്യയാകരുത്. ലോകത്തിൽ എല്ലാ ഭാഷയിലും തെറിയുണ്ട്. ലോകഭാഷയുടെ തെറിക്ക് നീളക്കുറവാണ്. ഏറ്റവും നീണ്ട തെറി ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിലാണ്. മലയാളത്തിൽ ഏതക്ഷരം കൊണ്ടും ഒരു തെറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഗിന്നസ് ബുക്കിലെ ഏറ്റവും മുറ്റ തെറി കാസർഗോഡുകാരൻ ക്രിസ്ത്യാനി കുടുംബനാഥൻ ഭാര്യയെ വിളിച്ച് തെറിയാണ്. ഒരു തെറിയുടെ നീളം 1 മിനിറ്റ് 3.5 സെക്കൻഡ് ഉള്ളടക്കം. തെറി കേട്ടവരുടെ 7 തലമുറകളിലുള്ള അപ്പനപ്പൂപ്പന്മാരുടെ സകല അവയവങ്ങളും തഴുകി തലോടി കടന്നുപോയ ഒരു അന്താരാഷ്ട്ര തെറിയുന്ന. ചീത്തവാക്ക് പറയുന്ന അപ്പനാകരുത്, ചീത്തവാക്ക് പറയുന്ന അമ്മയാകരുത്. അപ്പൻ ചീത്തവാക്ക് പറഞ്ഞോ മോൻ മാതൃകയാകും, അമ്മ ചീത്തവാക്ക് പറഞ്ഞോ മോൾ മാതൃകയാകും. ദൈവനാമം മലിനമാകും മോശമായ വാക്കുകൾ പറയുമ്പോൾ. സഭ്യമായ വാക്കുകളും ശുദ്ധമായ വാക്കുകളും കുടുംബത്തിൽ ഉപയോഗിക്കണം. തെറി പറയുന്ന ഭർത്താവിന് ഭാര്യയുടെ മനസ്സിൽ വെറും വട്ടപൂജ്യത്തിന് വിലയാണ്. ചീത്ത വിളിക്കുന്ന ഭാര്യയെ ഭർത്താവിന് വിലയില്ല. ചീത്ത വിളിക്കുന്ന മാതാപിതാക്കൾക്ക് മക്കളുടെ മനസ്സിലും വിലയില്ല. പാഴ്വാക്കുകൾ ഒരിക്കലും പറയില്ല. ദൈവനാമം വൃഥാ പ്രയോഗിക്കരുത്. 3, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. നമ്മുടെ വീട്ടിൽ കർത്താവിൻ്റെ ദിവസവും വേണം, കർത്താവിൻ്റെ മണിക്കൂറും വേണം. കർത്താവിൻ്റെ ദിവസം ഞായറാഴ്ചയാണ്. അതുപോലെ എൻ്റെ അമ്മയായ സഭ കടവള്ള ദിവസം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ദിവസമാണ്. ആ ദിവസം ഒരുപാട് ടൂറും മേളമായിട്ട് പോകരുത്. അന്ന് കുർബാനയ്ക്ക് ഊന്നൽ കൊടുക്കണം. അന്ന് കൂടുതൽ സമയം ബൈബിൾ വായിക്കണം. അന്ന് കൂടുതൽ സമയം ഭക്തിഗാനങ്ങൾ ആലപിക്കണം. ദൈവികമായ ചിന്ത കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കണം. എവിടെ പോയാലും ഞായറാഴ്ച സ്വന്തം പള്ളിയിൽ ദൈവം തന്ന അച്ഛനോടൊത്ത് ജനത്തോടൊത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കണം. എൻ്റെ സ്വത്തിൻ്റെ അംശം എവിടെ പോയാലും ഞായറാഴ്ച അംശം എൻ്റെ പള്ളിക്ക് കൊടുക്കണം. കാരണം ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാണ്, സഭയുടെ ദിവസമാണ്, വിശ്രമത്തിൻ്റെ ദിവസമാണ്, ഉച്ചിതൻ്റെ ദിവസമാണ്. ഞായറാഴ്ച ആചരണം. അന്ന് 3 കാര്യങ്ങൾ നമ്മൾ പള്ളിക്ക് കൊടുക്കണം. 1, ആരോഗ്യത്തിൻ്റെ ദശാംശം. ബെഞ്ച് പിടിച്ചിടും, ഡെസ്ക് പിടിച്ചിടും, കസേര പിടിച്ചിടും, ചുക്കിരി തുടയ്ക്കും, കസേര തുടയ്ക്കും. ആരോഗ്യത്തിൻ്റെ അംശം പള്ളിക്ക് കൊടുക്കണം. 2, സമയത്തിൻ്റെ അംശം. സൺഡേ സ്കൂൾ വേളപാഠം പഠിപ്പിക്കണം, പ്രാർത്ഥനയിൽ പങ്കെടുക്കണം, പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തി ഗ്രൂപ്പിൽ ഒരുമിച്ചായിരിക്കുക. സമയത്തിൻ്റെ ദശാംശം. 3, സ്വത്തിൻ്റെ ദശാംശം. എൻ്റെ സ്വത്തിൻ്റെ അംശം എൻ്റെ പള്ളിക്ക് ഞായറാഴ്ച കൊടുക്കണം. അത് പണ്ടത്തെ 1 രൂപയുടെ വിലയുള്ളൂ, ഇന്നത്തെ 10 രൂപയ്ക്ക്. ചിലർക്കെന്നും തമ്പുരാനുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് 10 രൂപ. അങ്ങനെ ഇടരുത്. 100 ഇടാൻ പറ്റുമ്പോൾ എൻ്റെ പള്ളിക്ക് ഞാൻ 100 കൊടുക്കണം. 500 ഇടാൻ പറ്റുമ്പോൾ 500 കൊടുക്കണം. 50 ഇടാനേ ഉള്ളൂ അത് കൊടുക്കണം. 10 രൂപയുള്ളൂ അത് കൊടുക്കണം. ഒന്നുമില്ല ഒന്നും കൊടുക്കണ്ട. ഉള്ളപ്പോൾ ആനുപാതികമായി ദേവാലയത്തിന് കൊടുക്കണം. ഒരമ്മയും 7 വയസ്സുള്ള മോനും ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുക. അമ്മ പറഞ്ഞു, എന്നാ ഉണക്കപ്പള്ളിയാ, ഓർഗന് ശബ്ദമില്ല, ഫാനിന് കാറ്റില്ല, കസേരയ്ക്ക് ബലമില്ല, എന്നാ ഒരു പള്ളിയാണ്. ഉടനെ മോൻ്റെ മറുപടി, എൻ്റെ അമ്മേ 10 രൂപയ്ക്ക് ഇതിലും കൂടുതൽ എവിടെ കിട്ടാനായിട്ട്? കാരണം കാണുന്നുണ്ട് അമ്മയിടുന്ന 10ൻ്റെ നോട്ട്. അപ്പോൾ സ്വത്തിൻ്റെ അംശം, സമയത്തിൻ്റെ അംശം, ആരോഗ്യത്തിൻ്റെ അംശം എൻ്റെ പള്ളിക്ക് കൊടുക്കണം. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഒപ്പം സഭാ പാരമ്പര്യപ്രകാരം നിങ്ങളുടെ വീട്ടിൽ കർത്താവിൻ്റെ മണിക്കൂർ ഉണ്ടാകണം. രാത്രി 7-നും 9-നും ഇടയിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു കർത്താവിൻ്റെ മണിക്കൂർ, 30 മിനിറ്റ് കൂടാത്ത, 20 മിനിറ്റ് കുറയാത്ത ഒരു പ്രാർത്ഥന വീട്ടിൽ വേണം. ഒത്തിരി നീണ്ടോ കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയെ വെറുക്കും. സമയം ചുരുക്കിയാണെങ്കിലും കുഞ്ഞുങ്ങളെ കൂടി ഇരുത്തി ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഒറ്റയ്ക്ക് നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കണം, മക്കൾ കൂടെ ഉള്ളപ്പം കുറച്ച് പ്രാർത്ഥിക്കണം. പക്ഷെ മക്കളെ പ്രാർത്ഥനയിൽ നിന്ന് മാറ്റി നിർത്തരുത്. കർത്താവിൻ്റെ മണിക്കൂർ. മുഖം നോക്കി മുടിയിരുന്ന കണ്ണാടിയിൽ ചോക്ക് കൊണ്ടോ സ്കെച്ച് പെൻ കൊണ്ടോ നിങ്ങൾ എഴുതി വെക്കണം, എൻ്റെ കർത്താവിന് വേണ്ടി ഒരു 10 മിനിറ്റ്.
എൻ്റെ കർത്താവിന് വേണ്ടി ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ വർഷം നൈജീരിയയിലെ ലാഗോസിൽ ധ്യാനിപ്പിക്കുകയായിരുന്നു. 90% ക്രൈസ്തവരാണ്, ഗോത്രവർഗ്ഗക്കാരായ കറുത്ത ക്രൈസ്തവർ. മിക്ക വീട്ടിലും 10 മക്കളുണ്ട്, അപ്പനും അമ്മയും 12 പേര് കാണും മിക്ക കുടുംബത്തിലും. അവിടെ വീടിൻ്റെ മുറ്റത്തു നിന്നും കുറച്ച് പറമ്പുണ്ട്, പുരയിടത്തിനരികിലേക്ക് ഓരോ വഴി വെട്ടിയിരിക്കുക, ഓരോ വഴി. 12 പേരുണ്ടോ 12 വഴി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവർ അല്പം ചൂടുപാലും ഒരു പഴവും കഴിക്കും, പിന്നെ പണിയാൻ പോവും. 5 മണിക്ക് പണി കഴിഞ്ഞ് വരും, വന്നിട്ട് കുറുക്ക് പോലെ എന്തോന്ന് കഴിച്ചിട്ട് കുളിച്ചിട്ട് 12 പേരും അവർക്ക് നിശ്ചയിക്കപ്പെട്ട വഴിയിലൂടെ പറമ്പിൻ്റെ അരികിലേക്ക് നടക്കും. പ്രാർത്ഥിക്കാൻ പോകാനുള്ള വഴിയാണ്. അവിടെ ചെന്ന് കൈകൊട്ടി പാടും, മാതാവിൻ്റെ ഗാനം ആലപിക്കും, തിരിച്ചു വന്ന് പാല് കുടിച്ചിട്ട് കിടന്നുറങ്ങും. കെട്ടിയവനോ മക്കളോ പ്രാർത്ഥിക്കാൻ പോയില്ലെങ്കിൽ അമ്മ പറയുന്ന വാക്കുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയുടെ വഴിയിൽ പുല്ലുകിളുത്തല്ലോ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ വഴിയിൽ പുല്ലുകിളുത്തല്ലോ. കുറേ നാളായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നില്ലല്ലോ, ഒരമ്മ ഓർമ്മിപ്പിക്കും. ഇപ്പം കർത്താവിൻ്റെ ദിവസവും കർത്താവിൻ്റെ മണിക്കൂറും പരിശുദ്ധമായി ആചരിക്കണം. കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന അമ്മയും അപ്പനുമാണോ? കുറേ കഴിയുമ്പോൾ മക്കളും പ്രാർത്ഥിക്കും. ഒരമ്മ മക്കളെ പ്രതി ഓർത്ത് മുട്ടുകുത്തിയോ ആ മക്കൾ നാളെ മുട്ടുകുത്തും. ഒരു ഭാര്യ ഭർത്താവിനടുത്ത് മുട്ടുകുത്തിയോ ആ കെട്ടിയവൻ ഒരു ദിവസം മുട്ടുകുത്തും. നിങ്ങളുടെ പ്രാർത്ഥനാ രീതികൾ കുഞ്ഞുങ്ങളെ ബാധിക്കും, കുടുംബത്തെ ബാധിക്കും. 5 പഠിക്കുന്ന കുട്ടി സാറ് എത്ര പഠിപ്പിച്ചാലും ഒരു വാക്ക് തെറ്റിച്ചേ പറയും. യൂണിവേഴ്സിറ്റി, അവൻ പറയുന്നത് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി. സാറ് കിള്ളി കിഴുക്കി നുള്ളി അടിച്ചു, അവൻ അലറിക്കൊണ്ട് പറയും യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി. സാർ അപ്പനോട് പറഞ്ഞേ, എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഞാൻ റിട്ടയർ ആകുന്നതിന് മുമ്പ് നിങ്ങളുടെ മോനെ കൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്ന് പറയിപ്പിച്ചിട്ട് പിരിഞ്ഞാലും വേണ്ടിയല്ല. അവൻ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ചെവി വെടിവെക്കുന്ന പോലെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പറഞ്ഞ് പതിപ്പിക്കണം. അപ്പോൾ പറഞ്ഞ് സാറേ അവനെ നിർബന്ധിക്കേണ്ട, അവൻ്റെ കപ്പാക്കിറ്റി അത്രയേ ഉള്ളൂ, അങ്ങനെ അവന് പറയാൻ പറ്റൂ. എങ്ങനെയാണ് അപ്പനമ്മ ആ ടൈപ്പ് മക്കളെന്നാണ് പറയുക. അപ്പം നമ്മുടെ പ്രാർത്ഥന കുഞ്ഞുങ്ങളിലേക്ക് കടന്നു വരണം. കർത്താവിൻ്റെ ദിവസവും കർത്താവിൻ്റെ മണിക്കൂറും പരിശുദ്ധമായി ആചരിക്കണം. 4, മാതാപിതാക്കളെ ബഹുമാനിക്കണം. നമ്മൾ പ്രായത്തിനപ്പുറം എന്ന് പറയുമ്പോൾ പല പ്രായക്കാരുള്ള ഒരു വീട്. പഴയ തലമുറയെ പുതിയ തലമുറ സ്നേഹിക്കണം. പഴയവർക്ക് ഇനി പുതിയവരുടെ അറിവില്ലെങ്കിലും പക്വതയും വിജ്ഞാനവും കൂടുതലാണ്. പുതിയ തലമുറയ്ക്ക് ഒരു പക്വതയും കുറവാണെങ്കിലും നല്ല അറിവുണ്ട്. ഇത് രണ്ടും ഉൾക്കൊണ്ട് വേണം ജീവിക്കാനായിട്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കണം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെ അന്ത്യവിധിയിലെ ക്രിസ്തുവിൻ്റെ 5 ചോദ്യങ്ങൾ. മത്തായി 25, 31 മുതൽ 46 വരെ അന്ത്യവിധിയിലെ 5 ചോദ്യങ്ങൾ. 1, എനിക്ക് വിശന്നു ദാഹിച്ചു, ഭക്ഷണം തന്നോ പാനീയം തന്നോ? നമ്മൾ പറയും സഭയുടെ ജീവകാരുണ്യ പ്രവൃത്തികൾ, അനാഥശാലകൾ, വൃദ്ധമന്ദിരങ്ങൾ, ആശുപത്രി വാർഡുകളിൽ ഭക്ഷണം കൊടുത്തു, പാനീയം കൊടുത്തു. തമ്പുരാൻ പറയും അല്ല മോനെ മോളെ, നിൻ്റെ പേരയ്ക്കകത്ത് 80 വയസ്സിലെ അപ്പനായി 75 അമ്മയായി. അപ്പ എന്ന് വിളി കേൾക്കാൻ, അമ്മ എന്ന് വിളി കേൾക്കാൻ എനിക്ക് വിശന്നു ദാഹിച്ചു. സ്നേഹത്തിൻ്റെ ഭക്ഷണം തന്നോ, സ്നേഹത്തിൻ്റെ പാനീയം തന്നോ? തന്നെങ്കിൽ സ്വർഗം, ഇല്ലെങ്കിൽ നരകം. ഒരമ്മ പറഞ്ഞു എനിക്ക് 3 ആൺമക്കളാണ്, 2 മക്കൾ ഈ 2 സാരി മേടിച്ചു തന്നു. ഇളയവൻ ബാങ്കിലെ അറ്റൻഡറാണ്, അവൻ്റെ കൈകൊണ്ട് ഒരു ചെറിയ ഓയിൽ സാരി മേടിച്ച് കൊടുത്തിട്ട് മരിച്ചാൽ മതി എന്ന കൊതി. പ്രായമാകുമ്പോൾ അപ്പനന്മാർക്കൊരു കൊതിയുണ്ട്. വിശന്നു ദാഹിച്ചു, ഭക്ഷണം തന്നോ പാനീയം തന്നോ? 20 വയസ്സുകാരൻ 80-കാരി വല്യമ്മയെക്കുറിച്ച് ഇങ്ങനെ കാണാൻ പഠിക്കണം. 30ഓളം മരുമകൾ 70 വയസ്സുള്ള അമ്മായിമ്മയെക്കുറിച്ച് ഇങ്ങനെ കാണാൻ പഠിക്കണം. 70-കാരി അമ്മായിയമ്മ 30-കാരി മരുമകളെ ചില ബഹളമ്പകളും തുള്ളിയും നടക്കുമ്പം അതും മനസ്സിലാക്കാൻ പഠിക്കണം. എനിക്ക് വിശന്നു ദാഹിച്ചു, ഭക്ഷണം തന്നോ പാനീയം തന്നു? 2, ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ ആശ്വസിപ്പിച്ചോ? പള്ളിപ്പാനും മേല സിറ്റി പാനും മേല മടുത്തു കിടക്കുന്ന 80 വയസ്സുള്ള അപ്പനമ്മ അപ്പൻ്റെ കണ്ണ് കാണുകയെന്നും പറഞ്ഞ് ദൂരെ മാറി നടക്കുകയല്ല, അപ്പന് തൊടാവുന്ന ദൂരത്തിൽ മോനും ഭാര്യയും കൊച്ചുമക്കളും ഇരുന്ന് കൊടുക്കണം. അമ്മയുടെ ചെവി കേൾക്കുകയല്ലേ, മിണ്ടാതെ പോവുമല്ല, തൊണ്ട പൊട്ടുന്ന പോലെ അമ്മയോട് വർത്തമാനം പറയിപ്പിക്കണം. അതാണ് കുടുംബത്തിൻ്റെ പ്രായത്തിനപ്പുറം മനസ്സിലാകുന്ന ഒരു ഘടകമെന്ന് പറയുക. ആ രീതിയിൽ പെരുമാറാനായിട്ട് നമ്മൾ പഠിക്കണം. ഒന്നുമല്ല, ചുമ്മാ മൂളി കേൾക്കണം. കാരണന്മാർക്ക് ഏറ്റവും ഇഷ്ടമാണ് മക്കൾ മൂളുന്നത്. ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോടാ, കേൾക്കുന്നുണ്ടോടി, പിന്നെ ഞാൻ മൂളാത്തത്? ചില മക്കൾ മൂളും. മൂളുന്ന കേട്ടാൽ പൊമരേനെയും പറ്റി കുരയ്ക്കുന്ന പോലെ ചില മക്കളുടെ മൂളൽ. യാ 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 ഓ യാ. ഒരു മകൻ ജർമ്മനിയിൽ നിന്ന് വന്നു, 3 വർഷം കൂടി.
80 വയസ്സുള്ള അമ്മ പറഞ്ഞു, മോനെ പിത്തം കഫം ചുമ കൊര വല്ലാത്ത ക്ഷീണം പറഞ്ഞു. യാ 80 അങ്ങനെയൊക്കെ യാ അമ്മയ്ക്ക് ചൊറിഞ്ഞ് കയറുക. അമ്മ പറഞ്ഞു, മോനെ അമ്മയുടെ 2 ഓയിൽ സാരിയും ബ്ലൗസും കഴിഞ്ഞ ആഴ്ച ഒരു എലി വെട്ടി. റിയലി അല്ല മോനെ, പഴയ പെരേലിയാ അത് വെട്ടി ദൂരെ കളഞ്ഞത്. അടുത്തിരിക്കണം, മൂളി കിടക്കണം. രോഗിയായിരുന്നു, നിന്നെ ആശ്വസിപ്പിച്ചോ. 3, ഞാൻ പരദേശിയായിരുന്നു, നീ എനിക്ക് പാർപ്പിടം തന്നോ. വചന വ്യാഖ്യാനം ദാമ്പത്യബന്ധത്തിൻ്റെ വെളിച്ചത്തിലാകണം. പരദേശി എന്ന് പറഞ്ഞാൽ ബംഗാളി, ബീഹാറി, ജാർഖണ്ഡ്, ഒറീസക്കാരല്ല. പരദേശി എന്ന് പറയുന്നത് കല്യാണം കഴിച്ച നാൾ മുതൽ മോന് അപ്പനും അമ്മയും വേണ്ട, അവർ ബന്ധനോത്തി മാത്രം മതി. ചില പൊട്ടന്മാർ കെട്ടിയാൽ പിന്നെ ഇങ്ങനെ അവൻ ഭാര്യയും കൊണ്ട് പോകുന്ന കണ്ടാലൊന്നും ലോകത്ത് ഒരു പെണ്ണുങ്ങളില്ലാത്തേണ്ട 5ാം അവയവം അവൾക്ക് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഓക്കന്മാരെ കാണാം പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ. അവിടെ അമ്മ പരദേശിയായി, അപ്പൻ പരദേശിയായി. കെട്ടി വന്ന മോക്കോ കെട്ടിയവന് മാത്രം, അപ്പനും വേണ്ട അമ്മയും വേണ്ട, പരദേശിയാകൽ. നമുക്കറിയാം, കല്യാണം കഴിഞ്ഞ നാളുകളിൽ വട്ടുപിടിച്ച ഒരു ഹരമാണ്. ഭാര്യയും ഭർത്താവും കൂടെ എന്തൊരു സ്നേഹം, പൊന്നെ തേനെ പാല് വയമ്പ് ചക്കര മുത്ത്. ഒരുത്തൻ കെട്ടി ഭാര്യയും കൊണ്ട് ഗേറ്റ് കടന്ന് വരിക. വീഡിയോക്കാരൻ പറഞ്ഞു, നിൻ്റെ ഭാര്യയ്ക്കുള്ള പൗഡറിൻ്റെ പെർഫ്യൂമിൻ്റെ നല്ല മണമുണ്ട്, നീ കോരി എടുക്കാൻ പറഞ്ഞു. അവൻ കഷ്ടപ്പെട്ട് കോരി എടുത്തു. അല്പം ഓവർ വെയിറ്റ് ആയിരുന്നു. സിമിലിയാക്ക് ചുമക്കുന്ന പോലെ ഇവൻ ചുമന്നുകൊണ്ട് ഇങ്ങനെ പോവുക. അപ്പോൾ എൻ്റെ അമ്മ ഇത് കണ്ടു പരിചയത്തിരുന്ന ജനലിലോട്ട് നോക്കി അമ്മ പറയുക, ദൈവമേ വിവാഹത്തിൻ്റെ അത്ഭുതം, 5 കിലോ റേഷനറി കിട്ടിയാൽ ഓട്ടോറിക്ഷയെ കൊണ്ടുവരുന്നവന് 67 കിലോ ചുവന്നുകൊണ്ട് വരുന്ന വരവ് കണ്ടില്ലേ. അപ്പോൾ ഈ ആദ്യ നാളുകളിൽ അമ്മയെ മറക്കാം, അപ്പനെ മറക്കാം. കുറേ കഴിയുമ്പം ഒരു മയം വരും. കത്തോലിക്ക സഭയിൽ 50 നോയമ്പിൽ ഒരു ആചാരമുണ്ട്, കുരിശിൻ്റെ വഴി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുരിശിൻ്റെ വഴി. കഴിഞ്ഞ 50 നോയമ്പിൽ ഒരു പള്ളി ഞാൻ ധ്യാനിപ്പിക്കുക. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 കുരിശിൻ്റെ വഴി, തുടർന്ന് 6:30 മുതൽ 8:30 വരെ അച്ഛൻ്റെ ധ്യാനപ്രസംഗം. ഞാൻ പള്ളിയോട്ട് പോകുമ്പോൾ 65 വയസ്സ് പ്രായമുള്ള സ്ത്രീ വീർത്ത മുഖമായിട്ട് മുമ്പിൽ പോകും. 70കാരൻ കെട്ടിയവൻ വീർപ്പിച്ചുമായിട്ട് പുറകെ പോകും. ഞാൻ ചോദിച്ചു, ചേട്ടാ 50 നോമ്പിലെ വെള്ളിയാഴ്ചയല്ലേ, കുരിശിൻ്റെ വഴിക്ക് പോകുന്നില്ലേ? ചേട്ടൻ പറഞ്ഞു, ആ വഴിക്ക് തന്നെ അച്ഛാ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കുരിശ് മുമ്പിലും പോകുന്നു, കുരിശിൻ്റെ വഴിക്ക് ചേട്ടനും പോകുന്നു. ആദ്യം നന്നായിട്ട് തുടങ്ങി, പിന്നെ കല്ല് കടിക്കുന്ന ജീവിതങ്ങൾ. വീണ്ടും പറയുന്നു, ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടിപ്പിച്ചോ. എന്താണ്? പഴയ നിയമത്തിലെ നഗ്നത സ്വാതന്ത്ര്യം, അന്ത്യവിധിയിലെ നഗ്നത നാണം കെട്ടിയ അവസ്ഥ. അപ്പനും അമ്മയ്ക്കും തോന്നരുത് മോനും മോൻ്റെ ഭാര്യയ്ക്കും ഞങ്ങളൊരു ഭാരവാ, മോനും മോൻ്റെ ഭാര്യയ്ക്കും ഞങ്ങളൊരു ശല്യമാണ്. ചില അമ്മമാർ പറയും, എൻ്റെ അച്ഛ മകനും ഭാര്യയ്ക്കും വേണ്ട, ആത്മഹത്യ ചെയ്താൽ മതിയെന്നുണ്ട്. പക്ഷെ ആത്മഹത്യ ചെയ്താൽ ആത്മാവ് നഷ്ടപ്പെടുമല്ലോ എന്നാണ്. അമ്മമാരൊക്കെ ഓർക്കണം, കെട്ടിവരുന്ന നാളുകളിൽ നല്ല കരുതൽ മരുമകൾക്ക് കൊടുത്തില്ലെങ്കിൽ കാലെ പിടിച്ച് വലിക്കും, അത് വരുത്തി വെക്കുന്നതാണ്. 2 കൂട്ടരും ശ്രദ്ധിക്കണം. നഗ്നരായിരുന്നു, എന്നെ ഉടിപ്പിച്ചോ. നാണം കെട്ടിയ അവസ്ഥ. ഞാൻ 2 മാസം മുമ്പ് അമ്പലപ്പള്ളിയിൽ നായർ സമാജം നടത്തിയ ഒരു 2000 പേരുടെ കുടുംബസംഗമം. അപ്പോൾ അവരെന്നെയാണ് മുഖ്യ പ്രസംഗത്തിന് വിളിച്ചത്. അധ്യക്ഷ അരൂർ MLA പാട്ടുകാരി ദലീമയായിരുന്നു. ഉദ്ഘാടനം ചെയ്തത് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കമാൽ പാഷ. അപ്പോൾ കമാൽ എൻ്റെ പ്രസംഗം കഴിഞ്ഞ് ആൾക്കാരെന്തൊക്കെയോ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ ആയിരങ്ങളെ കൈ കിട്ടുമ്പോൾ ഒരു കാര്യം പറയണം, ഒരു കാരണവശാലും എത്ര നല്ല മോനും മോളും ആണേലും അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ എല്ലാ സ്വത്തും ഒരു മോനും എഴുതി കൊടുക്കരുത്. ഒരു മോൾക്ക് എഴുതി കൊന്നിട്ട് കൊണ്ടുപോകും. ഇന്ന് കോടതി വരുന്ന കേസ് വരുന്നത് അങ്ങനെ. എങ്ങനെ ഇവർ തീർന്നു കിട്ടിയാൽ മതി. അപ്പൻ്റെ അമ്മയുടെ സ്വത്ത് തട്ടിയിട്ട് അനാഥരാക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അതുപോലെ തന്നെ കെട്ടിയവൻ മരിച്ചു, അമ്മ മാത്രം, കൂട്ടത്തിൽ മോനും മോൻ്റെ ഭാര്യയും. അവർ പറയുക, അമ്മയുടെ ഞങ്ങൾക്ക് എഴുതി തന്നേരെ, അല്ലെ വല്ലവരും പിന്നെ ഒന്ന് വിളിച്ചാലോ. നിർബന്ധിച്ചാൽ അമ്മ പറയണം, എന്നെ നോക്കുന്നവർക്ക് കാലശേഷം എന്നെ എഴുതി വെക്കാവും. അപ്പന്മാർ അങ്ങനെ എഴുതി വെക്കാവും, ഞങ്ങളുടെ കാലശേഷം ഞങ്ങളെ നോക്കുന്നവർ. ഇനിയും മക്കളെ നിർബന്ധിച്ചാൽ മിടുക്കി അമ്മയാണോ, കടയിൽ ചെന്ന് ട്രങ്ക് പെട്ടി ഒരെണ്ണം മേടിക്കണം. ട്രങ്ക് വീട്ടിൽ കൊണ്ടും തുറക്കണം. തുറന്നിട്ട് ആരുമില്ലാത്തപ്പം കപ്പമുട്ടി, ചക്കമടൽ, മിറ്റില്, കരിങ്കല്ല്, ഉണക്കച്ചാലകം, പഴത്തൊലി എല്ലാം ഇട്ട് പെട്ടി പൂട്ടണം. 2 താക്കോല് അമ്മ പിടിക്കണം. ഒരു താക്കോല് അമ്മയുടെ കയ്യിൽ, മറ്റേ താക്കോല് കാലാകാലം മാറി വരുന്ന വികാരിയസിൻ്റെ കയ്യിൽ. എല്ലാവരെയും സാക്ഷി നിർത്തി അമ്മ മക്കളോട് പറയണം, മക്കളെ അമ്മയെ മരണം വരെ നോക്കുന്ന മക്കൾക്കുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് ഈ പെട്ടിക്കകത്തുണ്ട്, മരിക്കാതെ തുറക്കരുത്. ചില മക്കളെ കൊണ്ട് ചാണകം ചുമപ്പിക്കേണ്ട മക്കളുണ്ട്. എന്നാണ് കമാൽ പാഷ പറഞ്ഞത്. ഇന്ന് ബന്ധത്തിന് വിലയില്ലാതെ പോകുന്നിടത്ത് മാതാപിതാക്കളെ ശ്രദ്ധിക്കാത്ത കുടുംബങ്ങളുണ്ടോ? നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയോ. 5, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ സന്ദർശിച്ചോ. എന്താ വ്യത്യാസം?
ഞാൻ മുറിക്കകത്ത് കയറി ഞാൻ അകത്തുനിന്ന് സാക്ഷിയിട്ടാൽ ഗൃഹം. ഞാൻ മുറിയിൽ കയറുമ്പോൾ വീട്ടുകാർ പുറത്തുനിന്ന് സാക്ഷിയിട്ടാൽ കാരാഗൃഹം. ഒരു വീട് തന്നെ അകത്ത് കയറി ഞാൻ സാക്ഷിയിട്ടോ ഗൃഹം, ഞാൻ അകത്ത് കയറുമ്പോൾ പുറത്തുനിന്ന് സാക്ഷിയിട്ടോ അത് കാരാഗൃഹം. നിങ്ങൾ ചെറുപ്പക്കാർ ദമ്പതിമാർ എങ്ങനെയാണോ നിങ്ങളുടെ അപ്പനോടും അമ്മയോടും പെരുമാറുന്നത് അത് മക്കൾ കണ്ടുപിടിക്കും. ഒരു 7 വയസ്സുള്ള പേരക്കുട്ടി 75 വയസ്സുള്ള വല്യപ്പൻ്റെ അടുക്കൽ മടി കയറിയിരുന്നു. വല്യപ്പ കണ്ണൊന്ന് അടയ്ക്കാവോ? വല്യപ്പൻ പറഞ്ഞു, പത്രവായന കഴിഞ്ഞിടാ കണ്ണടയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് വല്യപ്പൻ പത്രവായന കഴിഞ്ഞു. കണ്ണാടി പിടിച്ചു, വാടാ ഇനി കളിക്കാം. മടി കയറിയിരുന്നു, കണ്ണെ പിടിച്ചു. ശരിക്കും അടച്ചല്ലേ? അടഞ്ഞു. ഇനി ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായെന്നാണ് തോന്നുന്നത്. അതെന്നാടാ? എന്നും കിടക്കാൻ നേരത്ത് മമ്മി ഡാഡിയോട് പറഞ്ഞേക്കാം, വല്യപ്പൻ്റെ കണ്ണടഞ്ഞാൽ വീട്ടിൽ സമാധാനം ഉണ്ടാവും, വീട്ടിൽ സമാധാനം ഉണ്ടാവും. നിങ്ങളെങ്ങനെ പെരുമാറുന്നോ അത് മക്കൾ കണ്ടുപിടിക്കുന്നു. മാതാപിതാക്കളെ ബഹുമാനിക്കണം. 5-ാം പ്രമാണം കൊല്ലരുത് എന്ന് പറഞ്ഞാൽ അബോർഷൻ നടത്തുന്ന കുടുംബം ആകരുത്. ഏതെങ്കിലും കുഞ്ഞിനെ അബോർട്ട് ചെയ്യുന്ന കുടുംബത്തിൽ ജീവിക്കുന്ന മക്കളുടെ മേൽ ഒരു ശാപത്തിൻ്റെ വാൾ എന്നും വന്ന് വീഴും. ട്രംപിൻ്റെ വിജയം അബോർഷൻ നടന്ന ആശുപത്രി അടച്ചു, ഫണ്ട് കൊടുക്കുകയില്ല. അവിടെയാണ് ട്രംപ് വിജയിച്ച ഒന്നാമത്തെ മേഖലയായിട്ട് നമ്മൾ കാണുക. ജെറമിയ 1:5, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട നിമിഷം തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതാണ്. ജീവൻ തന്ന ദൈവത്തിന് ജീവൻ എടുക്കാൻ അവകാശം. ഒപ്പം പരമാവധി മക്കൾക്ക് ജന്മം കൊടുക്കണം. നമ്മുടെ കുടുംബത്തിൽ ധാരാളം മക്കളുണ്ടാകണം. കണക്ക് കൂടി മക്കളെ ജനിപ്പിക്കല്ലേ. മുസ്ലിം സമുദായം വളരുന്നതിൻ്റെ ഒരു വലിയ കാരണം അവരെ ദൈവം കൊടുത്ത കുഞ്ഞുങ്ങളെ നശിപ്പിക്കുകയല്ല, പരമാവധി മക്കൾക്ക് ജന്മം കൊടുക്കും. ഞാൻ ദുബായിൽ ധ്യാനിപ്പിക്കുമ്പോൾ സ്വർണ്ണക്കടക്കാരൻ ജോയി ആലൂക്ക ധ്യാനിക്കും. ജോയി പറഞ്ഞാൽ 18 മക്കളിൽ 13-ാമത്തേതാ. ഒരുപാട് കഷ്ടപ്പെട്ടു, ദൈവം ഞങ്ങളെ വളർത്തി. അപ്പം നമുക്ക് മക്കൾക്ക് ജന്മം കൊടുക്കുന്നു, ജീവനെ ബഹുമാനിക്കുന്നു. കൊല്ലരുത്. ഒപ്പം ആ മക്കളെ വളരാൻ അനുവദിക്കണം. ഭൗതിക വിദ്യാഭ്യാസം, സഭാവിദ്യാഭ്യാസം, എല്ലാ അറിവും കൊടുത്ത് ആ കുഞ്ഞുങ്ങളെ വളർത്തി കൊണ്ടുവരണം. അത് പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പറയാൻ പറ്റുമോ? ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്നവരും ഒക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്. നാളെ അവരെ ആരായിത്തീരുമെന്ന് ആർക്കാ പറയാൻ പറ്റുക? അതുകൊണ്ടല്ലേ ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിലിട്ട് താരാട്ട് പാടും. എന്താണ് താരാട്ട്? രാരോ രാരി രാരോ. നമ്മളോർക്കും കേൾക്കാൻ രസമുള്ള ലല്ലവി പല്ലവി ഈരടി അമ്മ വെറുതെ പാടുക അല്ല. ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിലിട്ട് ആട്ടിക്കൊണ്ട് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയ ചോദ്യമാണ് താരാട്ട്. എന്താണ് ചോദ്യം? എൻ്റെ ദൈവമേ, തൊട്ടിക്കിടക്കുന്ന ഈ മോൻ ആരായിത്തീരും? ആരാരോ? ഇവൻ പട്ടാളക്കാരനാണോ, എഞ്ചിനീയറാണോ, സാറാണോ, പോലീസാണോ? ഇവൻ ആരാരോ? മോളെ തൊട്ടിലിട്ട് ആട്ടിക്കൊണ്ട് ഇവൾ ആരിയിലാരോ, ഇവൾ ആരായിത്തീരും? ബാങ്ക് മാനേജറാണോ, അതോ സ്കൂൾ അധ്യാപികയാണോ, മിലിറ്ററി നേഴ്സാണോ, അതോ രസതന്ത്രക്കാരി കൂടത്തായി ജോളിയാണോ, ഊതന്ത്രക്കാരി സരിതാ നായരാണോ, നയതന്ത്രക്കാരി സ്വപ്ന സുരേഷാണോ, അതോ ജ്യൂസുകാരി രേഷ്മയാണോ? ഇതാരിയിലാരോ? ഒരു പിടിയുമില്ല. കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ കൊടുക്കണം. ദൈവം അവരെ വിശുദ്ധിയിൽ വളർത്തും. അപ്പം കൊല്ലരുത്, വളരാൻ അനുവദിക്കുക. 6, വ്യഭിചാരം ചെയ്യല്ല കുടുംബത്തിൽ. എന്താ? ഏതോ പെണ്ണുങ്ങളുടെ പുറകെ പോയി ആണുങ്ങളുടെ പുറകെ പോയെന്നല്ല. ഇവിടെ കുണ്ടറയിൽ ഈ പടിത്തരയും പിരിച്ചുപോണ്ട്. നിങ്ങളുടെ ഇടയിൽ പല ആണുങ്ങൾക്കും 2 ഭാര്യമാരുണ്ട്. നിലവിലൊന്ന് ആരും കാണാത്ത ഒന്ന്. പല പെണ്ണുങ്ങൾക്കും 2 കെട്ടിയവന്മാരുണ്ട്. നിലവിലൊന്ന് ഒന്നും ആരും കാണാത്തത്. ഒരു സഹോദരി തലപൊക്കി നോക്കുന്നു. അച്ഛൻ ആരാ ഇത് പറഞ്ഞു തന്നത് രീതിയിൽ ഞാൻ തന്നെ വിശദീകരിക്കാം. കല്യാണത്തിന് മുമ്പ് പെണ്ണുങ്ങൾക്ക് സ്വപ്നം, ഞാൻ കെട്ടുന്ന പുരുഷന് മമ്മൂട്ടിയുടെ ശരീരം, മോഹൻലാലിൻ്റെ ചെരിഞ്ഞു നടപ്പ്, പിതിരാജിൻ്റെ കുറ്റിമീശ, ഉണ്ണിമോഹൻ്റെ കട്ടിമസി, ഇതൊക്കെ വേണം. ദൈവം തന്നതോ കൊടക്കമ്പി പോലെ മെലിഞ്ഞ ഒരാൾ, പിന്നെ കട്ടിമസികാരനെ ഓർത്താൽ അതിൻ്റെ പേരാണ് വ്യഭിചാരം. പുരുഷന് സ്വപ്നം, ഞാൻ കെട്ടുന്ന പെണ്ണിന് 80കളിലെ ശോഭനയുടെ വണ്ണം, 90കളിലെ ദിവ്യാവണിയുടെ മെലിഞ്ഞ പെടലി, 2000-ലെ കാതിയാമാതൻ്റെ തുറിച്ച കണ്ണ്, 2010-ലെ സമ്പ്രദാസിൻ്റെ കോമ്പല്, ഇതൊക്കെ വേണം. ദൈവം തന്നതോ ചാളമേരിയെ പോലെ ഒരാളെ തന്നു. ആരെ തന്നാലും തന്ന ആളെ കൊണ്ട് സ്വീകരിക്കുക. അല്ലാത്ത ചിന്ത, അതിന് വിളിക്കുന്ന വാക്ക് വ്യഭിചാരം. ജീവിത വിശുദ്ധി. 7, കള്ളസാക്ഷ്യം പറയല്ല. എന്താണ്? ഞാൻ മൂലം ആരുടെയും പേര് നശിപ്പിക്കൽ. അങ്ങനെ നശിപ്പിച്ചാൽ പ്രവൃത്തിയുടെ തിരിച്ചടി എൻ്റെ മക്കൾക്ക് അതേ ശാപം വന്നിരിക്കും. ഉദാഹരണം, പണ്ട് ഊമക്കത്തും സ്വരം മാറ്റി ഫോൺ വിളിയൊക്കെയാണ്. ഇന്ന്
ചന്തകളുടെയും തൊഴിലാ കമ്പനിയുടെയും ഗ്രൂപ്പാണ് വാട്സപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. വെറും തറ കാര്യം എഴുതി വിടും. നല്ലത് വരും, പക്ഷെ പലരും വായിക്കുകയല്ല. ഈ ചവർ ഇന്നസെൻ്റ് എന്നോട് പറഞ്ഞ അച്ഛാ, ക്യാൻസർ ബാധിച്ച നാളുകളിൽ ഞാൻ മരിച്ചെന്ന് 3 പ്രാവശ്യം വാട്സപ്പിൽ വാർത്ത വന്നു. മലയാളത്തിലെ സുപ്രസിദ്ധ ഗായിക ജാനകി അമ്മ എസ് ജാനകി മരിച്ചെന്ന് 2 പ്രാവശ്യം ഞാൻ തന്നെ വാർത്ത വായിച്ചതാണ്. അതുകൊണ്ടാണ് TV വാർത്തകൾ വിശ്വസിക്കാം, ഷെയർ ചെയ്യാം. വാട്സപ്പ് വാർത്തകൾ ഷെയർ ചെയ്യരുത്. അങ്ങനെ ആരെങ്കിലും പേര് നശിച്ചാൽ വീണ്ടെടുക്കാൻ പറ്റുകയില്ല. നമ്മൾ മോശമായി ആരെയും സംസാരിക്കരുത്, പെരുമാറരുത്. അതുകൊണ്ടാണ് പറയുക, നല്ല പണിയുള്ളവന് തംസപ്പ്, ചെറിയ പണിയുള്ളവന് സിപ്പപ്പ്, ഒരു പണിയില്ലാത്തവന് വാട്സപ്പ് എന്നാണ് പറയുക. ഇപ്പോൾ ജീവിതത്തിൽ വെറും തറയായിട്ട് മാറരുത്. ചുമ്മാ എപ്പോഴും ചൊറിയുക, മാറ്റുക, ഷെയർ ചെയ്യുക. അത് സംസ്കാരമുള്ള മനുഷ്യൻ ചേർന്നതല്ല, വിവേചിച്ചിട്ട് മാത്രം. 8, മോഷ്ടിക്കരുത്. എന്താ മോഷ്ടിക്കരുത്? എന്തെങ്കിലും കട്ടെടുത്തൊന്നല്ല, അർഹതയില്ലാത്ത പൈസ പെരക്കരുത്. 600 രൂപ നാട്ടിൽ കൂലിയുള്ളപ്പോൾ ഒരു പാവപ്പെട്ടവൻ 300-ന് പണിയാമെന്ന് പറഞ്ഞു. അവനെ 300-ന് പണിയിപ്പിച്ചാൽ മുതലാളി 300 കട്ട കള്ളനാണ്. അവൻ സമ്മതിച്ചാൽ നാട്ടിലെ കൂലി കൊടുത്തിരിക്കണം. 600 മേടിച്ചിട്ട് 400 പെടുന്ന അവൻ്റെ മക്കൾ അനുഭവിക്കുകയല്ല, അവൻ കള്ളനാ, അർഹതയില്ലാത്തതാണ്. ആശുപത്രി ജോലി ചെയ്യുന്നതിന് ശമ്പളം മേടിക്കുന്നു. പോരുമ്പോൾ 3 ഗുളിക പോക്കറ്റിൽ തള്ളി കയറ്റി 2 സൂചി അമ്മയ്ക്കോട് വന്നാൽ അതും ഒരു ചെറിയ മോഷണമാണ്. അർഹതയില്ലാത്തൊന്നും കൈവെക്കരുത്. ഒരു സപ്ലൈ ഓഫീസറിയുടെ ധ്യാനിക്കാൻ വന്നു. അദ്ദേഹം വെച്ചാൽ ലോകം മുഴുവൻ മോശം. ഒരു റേഷൻ കടക്കാരൻ ഫയലിൽ ഒപ്പിടാൻ വേണ്ടി 500 രൂപ കൈക്കൂലി തന്നത് കള്ളനോട്ടായിരുന്നു. കൈക്കൂലിക്ക് കുഴപ്പമില്ല, കള്ളനോട്ടിനാണ് പ്രശ്നം. അർഹതയില്ലാത്ത പണം നമ്മുടെ വെക്കരുത്, അതാണ് മോഷണം, അനുഗ്രഹമില്ല. 9, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. അന്യൻ്റെ ഭാര്യയെ, സ്ത്രീകളോട് അന്യ സ്ത്രീകളെ കെട്ടിയവനെ ദാഹിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയെ കയറിയിട്ട് മറ്റൊരു വണ്ടിയെക്കുറിച്ച് ഓർക്കരുത്. ഞാൻ കത്തോലിക്ക സഭയിൽ പൗരോഹിത്യത്തിൻ്റെ വണ്ടിയിൽ കല്യാണ വണ്ടിയെക്കുറിച്ച് ഞാൻ ഓർക്കല്ല. കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നവർക്ക് ഇനി കത്തോലിക്ക സഭയിൽ അച്ഛനാകാൻ പോകാൻ പറ്റിയാലോ, അങ്ങനെയും ചിന്തിക്കരുത്. കിട്ടിയ വണ്ടി, ഞാൻ നിൽക്കുന്നു കൊട്ടാരക്കരയിൽ, കോട്ടയത്തിനും പോകണം, തിരുവനന്തപുരത്തിനും പോകണം. ആദ്യം തിരുവനന്തപുരം വണ്ടി കിട്ടിയ വണ്ടി അവർക്ക് കൊട്ടാരക്കരയിൽ നിന്ന് കോട്ടയം വണ്ടിയാണെങ്കിൽ മൈലം, അടൂര്, പന്തളം, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, ചിങ്ങവനം, കോട്ടയം കാണാവുന്ന ഓർത്തേക്കൽ. തിരുവനന്തപുരം വണ്ടി കയറുമ്പോഴേ ആസ്വദിക്കാൻ വേണം. ആയൂരുണ്ട്, അങ്ങ് പോകുമ്പം വെഞ്ഞാറമ്മൂടുണ്ട്, മണ്ണന്തലയുണ്ട്, കേശവാസുരമുണ്ട്, അവിടെ വരെ ആസ്വദിക്കണം. ഞാൻ അച്ഛനായിട്ട് 33 വർഷങ്ങൾ ഞാൻ ഓർക്കുക, കല്യാണം കഴിക്കുന്ന വണ്ടിയായിരുന്നു മെച്ചപ്പെട്ട വണ്ടി. വീട് കണ്ടേനെയും കാറ് കണ്ടേനെയും കോഴി കണ്ടേനെയും ഓർക്കരുത്. ഞാൻ ഈ വണ്ടി ആസ്വദിക്കണം. എങ്ങനെ സംസാരിപ്പിക്കാം, എങ്ങനെ പ്രസംഗിക്കാം, എങ്ങനെ ധ്യാനിക്കാം, ഇത് ആസ്വദിക്കണം. എൻ്റെ വണ്ടി തെറ്റിപ്പോയ ദൈവമെന്ന് ഓർക്കുമ്പോഴാണ് എന്നോട് കോളേജിൽ പഠിച്ച 3 മക്കളെ അപ്പൻ്റെ ഫോൺ കോൾ, ജോസഫ് അച്ഛ അപ്പനായവരെ ഇനി അച്ഛനാക്കുന്ന സഭ വല്ലതുകൊണ്ടോ, അവൻ്റെ വണ്ടി എടുത്തു. എന്നെ കോളേജിൽ പഠിപ്പിച്ച സാറ് വിശ്രമിക്കുകയാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ ചെന്നു. അദ്ദേഹം പറഞ്ഞു, അച്ഛനൊന്ന് കാണാനിരിക്കുക. എന്താ ഒരു സംശയം? എന്താ അച്ഛനൊക്കെ ചെന്നതിലും അച്ഛന് പെണ്ണ് കെട്ടണമെന്ന് കാര്യമായി തോന്നിയിട്ടുണ്ടോ? അതെന്താ? അച്ഛൻ്റെ പ്രസംഗം കേട്ട് ഞങ്ങൾ ചിരിക്കാറുണ്ട്. വേണ്ടാത്ത വല്ല തോന്നലും ഉണ്ടെന്നറിയാൻ വേണ്ടി ചോദിക്കുക. ഞാൻ പറഞ്ഞു, 2 വർഷം പഠിപ്പിച്ച് ഒരു ദിവസം 3 പ്രാവശ്യം ഇന്ന് തന്നെ കെട്ടണം തോന്നിയായിരുന്നു. അതെന്താ? ധ്യാനിപ്പിച്ച് മടുത്തൊന്ന് തുണി അലക്കി കയ്യിൽ ഓരം കഴിച്ചു കൂട്ടിയപ്പോൾ ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ അലക്കി കിട്ടിയതിനെല്ലോ എന്ന് ഞാനൊന്ന് ഓർത്തുപോയി. ആ സാറ് പറഞ്ഞു, എൻ്റെ അച്ഛ ഇനി മേലിൽ അങ്ങനെ ഓർത്തേക്കരുത്. അതെന്താ? എൻ്റെ മെമ്പർ നോക്കി ഇന്നും അവിടെ സകലമാന തുണിയും എന്നെ കൊണ്ട് അച്ഛ അലക്കിപ്പിക്കുന്നത്. എവിടെയാണോ അവിടെ സന്തോഷം, മറ്റൊന്നോർക്കാതിരിക്കാം. ചിന്തകളെ അവസാനിപ്പിക്കട്ടെ. 10, അന്യൻ്റെ വസ്തു ആഗ്രഹിക്കരുത്. കുടുംബത്തിൽ അനുഗ്രഹം വേണം. അതിൻ്റെ അർത്ഥം എന്തോ മോഷ്ടിച്ചു എന്നുള്ളതല്ല. ഉള്ളതുകൊണ്ട് ഒതുങ്ങി ജീവിച്ചാലേ വിജയിക്കൂ. ആർത്തി കാണിക്കരുത്. എൻ്റെ കയ്യിൽ എനിക്ക് 8 ലക്ഷം രൂപയുടെ ഒരു കാറ് മേടിക്കാം, സാധാരണ കാറ്, അതിനുള്ള കാശുണ്ട്. എൻ്റെ അയൽവാസിയുടെ കാറ് 15 ലക്ഷം. അവനോട് മത്സരിക്കാൻ വേണ്ടി 7 ലക്ഷം കൂടെ കടം മേടിച്ചിട്ട് കാറ് മേടിക്കരുത്. അങ്ങനെ മേടിക്കുന്നവൻ തെണ്ടിപ്പോവും. അല്ലേ നാളെ കിട്ടുമെന്ന് ഉറപ്പ്, മക്കളെ കിട്ടുമെന്ന് ഉറപ്പ്, ചുമ്മാ ആർത്തി കാണിച്ച് കടം മേടിച്ച് വണ്ടി മേടിക്കരുത്. എനിക്ക് 10 ലക്ഷത്തിൻ്റെ ഒരു ചെറിയ പെര ഉണ്ടാക്കാൻ പറ്റും. 30 ലക്ഷത്തിൻ്റെ പെര ഒരുത്തോട് മത്സരിക്കാൻ 20 ലക്ഷം കടം മേടിച്ച് പെര പണിയല്ലേ. അങ്ങനെ പണിതാൽ ജപ്തിക്ക് അടിമയാവും. ഉള്ള പൈസയ്ക്കുള്ള പെര പിന്നെ പൊലിപ്പിച്ചാൽ മതി. ഉള്ള പൈസയ്ക്കുള്ള വണ്ടി പിന്നെ വലുതാക്കിയാൽ മതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടുന്ന ചികിത്സ അച്ഛനായ ഞാൻ പ്രതീക്ഷിക്കല്ല. അച്ഛനായ
എനിക്ക് കിട്ടുന്ന ചികിത്സ കടത്തിണിലെ ധർമ്മക്കാരൻ പ്രതീക്ഷിക്കല്ലേ. ഓരോ ജീവിതനാശത്തിലും ദൈവം തന്ന നിലവാരമുണ്ട്. അതിൽ ഒതുങ്ങി ജീവിക്കുക, അതിനപ്പുറം ആർത്തി കാണിക്കാതിരിക്കുക. സ്നേഹമുള്ളവരെ, ഇന്ന് ഒരു സംഗമ ദിവസമായി പ്രായത്തിനപ്പുറം എന്നുള്ള തീം നമ്മൾ പങ്കുവെച്ച് പോകുമ്പോൾ ഈ ചിന്തകൾ ചെറുതായെങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കട്ടെ. ഏത് പ്രായമാണോ ആ പ്രായത്തിൻ്റെ പക്വത കാണിച്ച് ബലഹീനതകളെ അതിജീവിച്ച് ഒരു നല്ല അപ്പൻ, ഒരു നല്ല അമ്മ, നല്ല മക്കൾ അങ്ങനെ ആയിത്തീരാനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ. വന്നവനും വരുവാനുള്ളവനുമായ ക്രിസ്തുവിൽ നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ മാറോട് ചേർക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ.